പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയില്ല. बिना पवित्र आत्मा के कोई भी परमेश्वर से प्रेम नहीं कर सकता. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാനും കഴിയത്തില്ല. और बिना पवित्र आत्मा के कोई आपस में प्रेम नहीं कर सकता. മർക്കോസിന്റെ മാളിക മുറിയിൽ കർത്താവും ശിഷ്യന്മാരും അത്താഴത്തിനായിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ मरकुस की ऊपर की कोठरी में यीशु मसीह और चेले जब भोजन के लिए इकट्ठे हुए, പഴയ നിയമത്തിന്റെ അവസാന ദിനമാണ്. पुराना नियम का अंतिम दिन है. ആ നിയമങ്ങളെല്ലാം അന്ന് രാത്രി മാറും. और सारे नियम उस दिन बदल जाएंगे. നാളെ മുതൽ പുതിയൊരു നിയമമാണ്. कल से एक नया नियम होगा. കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ यीशु मसीह जब सलीब पर मरेगा, ദൈവം ആലയത്തിന്റെ കർട്ടൻ ആ തിരശീല മേൽത്തൊട്ടടിയോളം കർത്താവ് തന്നെ കീറി കളയുന്നുണ്ട്. और वो जो मंदिर है, मंदिर में जो पर्दा है वो ऊपर से नीचे परमेश्वर स्वयं उसको फाड़ देता है. ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ആ നിയമങ്ങൾ പൂർണ്ണമാവുകയാണ്. और मसीह जब सलीब पर मरते हैं तो वो सारे नियम पूर्ण होता है. പുതിയൊരു നിയമം ഇവിടെ ആരംഭിക്കുകയാണ്. और नया नियम का शुरुआत है. ഇനി മുതൽ മോശയുടെ ന്യായപ്രമാണമല്ല, अभी मूसा का न्याय व्यवस्था नहीं, ഇനി മുതൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് പുതിയ ജീവൻ പ്രാപിക്കാൻ കഴിയുന്നത്. अब आगे से केवल यीशु मसीह के द्वारा ही नया जीवन प्राप्त किया जा सकता ഈ है. രാത്രി വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. तो ये रात बहुत ही अहम रात है. ഇവിടെ ഇസ്രായേലിന്റെ പെസഹ പെരുന്നാൾ ഈ രാത്രി കൊണ്ട് അവസാനിക്കുകയാണ്. यहाँ पर इस्राएल का फसह का जो पर्व मनाया जाता है उसका अंतिम दिन है. ഇനി മുതൽ അങ്ങോട്ട് പുതിയ നിയമത്തിലുള്ള കർത്താവിന്റെ മേശയാണ് ഈ ഈ ഈ രാത്രി മുതൽ സ്ഥാപിക്കപ്പെടുന്നത്. अब इस रात से आगे को जाके प्रभु का, परमेश्वर का जो पवित्र मेज है या प्रभु भोज है उसका आरंभ होगा. അന്ന് രാത്രി കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ഒരു പുതിയ കൽപ്പന കൊടുത്തു. उस रात यीशु मसीह ने अपने चेलों को एक नया आज्ञा दिया. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. तुम आपस में प्रेम करो. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ अगर तुम आपस में प्रेम रखते हो, നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. तुम मेरे चेले हो ऐसे संसार जानेगा. ആ രാത്രി उस रात ഈ നിയമമെല്ലാം കൊടുത്ത ശേഷം ये सारे नियम देने के बाद അവർ ഒരു പാട്ട് പാടി, उन लोगों ने गीत गाया, സ്തോത്രം പാടി സ്തുതിച്ച ശേഷം धन्यवाद दे के स्तुति करने के बाद അവിടെ നിന്ന് അവർ ഇറങ്ങി. वहां से वो निकले. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം लेकिन यूहन्ना का सुसमाचार 14वां अध्याय, അതിൽ എഴുതിയിരിക്കുന്ന സകല കാര്യങ്ങളും वहां पर जो कुछ भी लिखा है ആ മാളിക മുറിയിലിരുന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. और वो ऊपर की कोठरी में बैठकर यीशु मसीह ने अपने चेलों को बताया हुआ है. ഒരു സ്തോത്രഗീതം പാടിയ ശേഷം അവർ ആ മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി. एक स्तुति या धन्यवाद गीत गाने के बाद वो कोठरी से नीचे उतरे. അവര് കിദ്രോൻ തോട് കടന്ന് ഗത്സമന തോട്ടത്തിലേക്ക് പോകുമ്പോൾ और किद्रोन का नाली छोड़कर जब वो गदसमने की वाटिका की ओर गए, ഒരല്പം ദൂരമുണ്ട് ആ വഴി. वो वहां से थोड़ा दूर है. ആ യാത്രയിലാണ് उस यात्रा में തന്റെ ശിഷ്യന്മാരുമായിട്ട് ഈ ഗത്സമന തോട്ടത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ अपने चेलों को लेकर गतनमने की वाटिका में जब सफर कर रहे थे, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15, 16, 17 അധ്യായങ്ങൾ ആ യാത്രയിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. यूहन्ना का सुसमाचार में अध्याय 15, अध्याय 16, अध्याय 17 उस सफर के दौरान बताया हुआ बातें ആ हैं. 3 അധ്യായങ്ങളും ആ യാത്രയിൽ ഗത്സമന തോട്ടത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. वो तीनों अध्याय में जो भी अंकित किया है, यीशु मसीह ने अपने चेलों को गतसमना वाटिका की ओर जाते समय उस सफर में बताया हुआ बातें हैं. അതിലെ ഒരു അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. और उसमें से एक अध्याय बहुत मुख्य है, 17-ാം അധ്യായം, 17वां अध्याय, മഹാപുരോഹിത പ്രാർത്ഥന എന്ന് നാം വിളിക്കാറുള്ള അധ്യായം. महायाजक की प्रार्थना जिस अध्याय को बताया जाता है, അത് ശിഷ്യന്മാരോട് പറഞ്ഞതല്ല, वो चेलों को नहीं कहा, അത് കർത്താവ് തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചതാണ്. वो यीशु मसीह ने अपने पिता से प्रार्थना ആ किया. പ്രാർത്ഥനയും ഈ യാത്രയിലുള്ളതാണ്. और वो प्रार्थना भी इस सफर में था. ദയവായിട്ടൊന്ന് നോക്കിക്കുക ആ കാര്യങ്ങൾ. हम लोग देखेंगे മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 30-ാം വാക്യം. मत्ती का सुसमाचार 26 का 30. 26-ാം അധ്യായം 30-ാം വാക്യം. അവർ സ്തോത്രം പാടിയ ശേഷം അവർ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. And after singing a hymn, they went out to the Mount of Olives. 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനമാണ് അന്ന് രാത്രി അവരൊരുമിച്ച് പാടിയത്. 113 से लेके 118 जो भजन संहिता है उस रात को वो उन्होंने गाया. ദ ഹല്ലേൽ എന്ന് പൊതുവെ അറിയപ്പെടുന്ന യഹൂദന്മാർ പെസഹ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ പാടുന്ന സങ്കീർത്തനം.
वो भजन जिसको हलेल कहा जाता है, जो यहूदी लोग फसह के पर्व के समय गाते हैं। 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനം. 113 से लेके 118 भजन। ആ സ്തോത്രം പാടിയ ശേഷം और वो धन्यवाद देने के बाद അവർ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. वो जैतून की पहाड़ की ओर निकले। ഗത്സമന തോട്ടം ഒലിവ് മലയിലാണല്ലോ. और गत्समना की जो वाटिका है वो जैतून की पहाड़ पर। എന്നാൽ ആ മാളിക മുറിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, लेकिन उस ऊपर की कोठरी से उतरने से पहले യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായത്തിലെ കാര്യങ്ങൾ മുഴുവൻ കർത്താവ് അവിടെ വെച്ച് തന്റെ 11 ശിഷ്യന്മാരോട് പറഞ്ഞു. यूहन्ना का सुसमाचार में 14वें अध्याय में जो कुछ भी लिखा है वहां पर अपने चेलों से यीशु ने कहा। അതിന്റെ 31 വാക്യം വായിക്കാം. उसका 31वां आयत को पढ़ेंगे। എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പിൻ നാം പോകാം. എഴുന്നേൽപ്പീൻ നമുക്ക് പോകാമെന്ന് ഉദ്ദേശിക്കുന്നത് और उठो यहाँ से चले, ये जो यहाँ पर लिखा മാളിക गया है, മുറിയിൽ നിന്ന് ഗത്സമന തോട്ടത്തിലേക്കുള്ള യാത്രയാണ്. उस ऊपर की कोठरी में से निकलकर वो गतसमने वाटिका की ओर जाने का सफर के बारे में। 15, 16, 17 അധ്യായം ആ യാത്രയിലുള്ളതാണ്. और 15, 16, 17 उस सफर के दौरान लिखा हुआ वचन है। 18 അധ്യായം 1 വാക്യം. 18 का 1 पढ़ेंगे। ഇത് പറഞ്ഞിട്ട് ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അവനും ശിഷ്യന്മാരും കടന്നു. മതി. यीशु ये बातें कहकर अपने चेलों के साथ किद्रोन नाले के पार गया। वहाँ एक बारी थी जिसमें वह और उसके चेले गए। എന്നാൽ ഈ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. और इस अध्याय में कुछ खास विषय यीशु अपने चेलों को कहता है। ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. और ये बहुत ही विस्तार से पढ़ना है। കർത്താവിന്റെ ക്രൂശ് മരണത്തിന് മുമ്പ് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത അതിപ്രധാനമായ കാര്യങ്ങളാണ്. यीशु मसीह की सलीब की मृत्यु के पहले यीशु मसीह ने अपने चेलों को बताया हुआ बहुत ही मुख्य विषय। പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അതിപ്രധാനമായ ഉപദേശങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത്. पवित्र आत्मा के बारे में मुख्य उपदेश यहीं पर है। അതിലെ ഒന്നാമത്തെ കാര്യം, उसमें सबसे पहला കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് यीशु ने अपने चेलों से कहा। 16 അധ്യായം 7 വാക്യം. 16 अध्याय उसका 7वां आयत। അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടേ. ध्यान से सुनो। ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. मेरा जाना तुम्हारे लिए अच्छा है। അത്ഭുതം തോന്നും അത് കേട്ടാൽ. चमत्कार होता है ये सुनकर। ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. मेरा जाना तुम्हारे लिए अच्छा है। അടുത്ത വായിച്ചേ. आगे पढ़े। ഞാൻ പോയാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരികയുള്ളൂ. अगर मैं जाऊं तो ही पवित्र आत्मा तुम्हारे बीच आएगा। अब पूरा पढ़ सकता है हिंदी में साथ. तो भी मैं तुमसे सच कहता हूं कि मेरा जाना तुम्हारे लिए अच्छा है। मेरा जाना तुम्हारे लिए अच्छा है। ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. मेरा जाना तुम्हारे लिए अच्छा है। ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്ത് വരും. क्योंकि यदि मैं जाऊं तो पवित्र आत्मा तुम्हारे बीच आएगा। ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരികയില്ല. और अगर मैं नहीं जाऊं तो पवित्र आत्मा नहीं आएगा। രണ്ടാമത്തെ വാക്യം വായിച്ചേ. दूसरा आयत पढ़ेंगे। 14 അധ്യായം 14वां अध्याय 16 വാക്യം 16। വായിച്ചു. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, ആ അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഹിന്ദിയിൽ വായിച്ചു. पिता से विनती करूंगा और वह तुम्हें एक और सहायक देगा कि वह सर्वदा तुम्हारे साथ रहे। മറ്റൊരു കാര്യസ്ഥനെ, एक सहायक, അനദർ ഹെൽപ്പർ. दूसरा सहायक। അപ്പൊ ആദ്യത്തെ ആരാ? तो पहला कौन था? യേശു ക്രിസ്തു. ആ സ്ഥാനത്താണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. तो यीशु मसीह, और उस जगह पर पवित्र आत्मा अब दिया है। മറ്റൊരു കാര്യസ്ഥൻ, एक और सहायक, അനദർ ഹെൽപ്പർ. एक और सहायक। ആദ്യത്തത് കർത്താവായ യേശു ക്രിസ്തു. तो पहला यीशु मसीह, ആ സ്ഥാനത്ത് തന്നിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. और उस जगह पर यीशु मसीह की जगह पर हमें दिया गया है पवित्र आत्मा। എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്. हमेशा तुम्हारे साथ रहने के लिए, മറക്കരുത്. भूलना नहीं। ആ കൂട്ടായ്മയാണ് നമുക്ക് എല്ലാം എല്ലാം എല്ലാം. और वो संगति हमारे लिए सब कुछ सब कुछ सब कुछ है। ഇന്നിപ്പോ ഇവിടെ ദുബായിൽ യേശു ക്രിസ്തുവിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. आज अभी दुबई में मान लो यीशु मसीह का कोई एक सम्मेलन था, ശരിക്കും ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. और सही मायने में एक सम्मेलन था। संकल्प നിങ്ങൾ कीजिए, ആരെങ്കിലും ഇവിടെ വരുമോ? आप में से कोई यहाँ आएंगे? ഞാനിവിടെ വരത്തില്ല.
मैं यहाँ नहीं आऊंगा। നാളെ കർത്താവിന് ഷാർജയിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് വിചാരിക്കും. और अगर कल मान लो यीशु मसीह को शारजा में एक ഞാൻ ആ मीटिंग है, കൂടെ അങ്ങ് പോകത്തേ ഉള്ളൂ. मैं केवल साथ में जाऊंगा। നമ്മളെല്ലാരും അങ്ങനെ പോകത്തേ हम सब वैसे ही जाएंगे। അതുപോലെ പരിശുദ്ധാത്മാ, वैसा पवित्र आत्मा है അതുപോലെ നിൽക്കണം പരിശുദ്ധാത്മാവിന്റെ കൂടെ. और पवित्र आत्मा के साथ बिल्कुल वैसे ही रुकना। യേശുക്രിസ്തുവിന് പകരം നമുക്ക് തന്നിരിക്കുന്നു. यीशु मसीह के एवज में दिया गया है पवित्र आत्मा। ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. जो मैं जाता हूँ तुम्हारे लिए अच्छा है, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. क्योंकि अगर मैं ना जाऊँ तो सहायक नहीं आएगा। പിന്നെയും നമ്മൾ വായിച്ചത്, फिर से हमने पढ़ा, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കും, मैं मेरे पिता से विनती करूंगा, മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും, एक और सहायक तुम्हारे लिए भेजेगा എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കും. और वो सर्वदा तुम्हारे संग रहेगा। മൂന്നാമത്തെ വാക്യം വായിച്ച്. तीसरा वाक्य पढ़ेंगे। അല്ല അതല്ല ഇനി വായിക്കണ്ട. മൂന്നാമത്തത് 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. 14 का 26। എങ്കിലും പിതാവിന്റെ നാമത്തെ അയക്കാനുള്ള ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ആ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയും ആ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾക്ക് സകലതും ഹിന്ദി में पढ़िए. परंतु सहायक अर्थात पवित्र आत्मा जिसे पिता मेरे नाम से भेजेगा वह तुम्हें सब बातें सिखाएगा और जो कुछ मैंने तुमसे कहा वह सब तुम्हें स्मरण कराएगा। सब बातें तुम्हें सिखाएगा और सब बातें तुम्हें स्मरण कराएगा। സകലതും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരും, सब बातें तुम्हें याद दिलाएगा സകലതും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. और सब बातें सिखाएगा। അപ്പൊ നല്ല ടീച്ചർ, ദ ബെസ്റ്റ് ടീച്ചർ सबसे उत्तम अध्यापक ഹോളി സ്പിരിറ്റ് ആണ്. पवित्र आत्मा है, ഞാനല്ല, मैं नहीं, ഇവിടെ വരുന്ന ആരുമല്ല. यहाँ आने वाला कोई नहीं। ഏറ്റവും ബെസ്റ്റ് ടീച്ചർ सबसे उत्तम अध्यापक ഹോളി സ്പിരിറ്റ് ആണ്. पवित्र आत्मा है। ഒരു കാര്യവും ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ, कोई भी विषय अगर याद नहीं कर सकते, ഒരു റെഫറൻസും ഓർമ്മ വരുന്നില്ലെങ്കിൽ, अगर कोई रेफरेंस याद नहीं आता, കേൾക്കുന്നതൊന്നും ഓർത്തിരിക്കാൻ जो भी പറ്റുന്നില്ലെങ്കിൽ, सुनते हैं वो स्मरण नहीं आता, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. पवित्र आत्मा से प्रार्थना ഇവിടെ करो। എഴുതിയിരിക്കുന്നത് കണ്ടോ? यहाँ लिखा है ना, അവൻ വരുമ്പോൾ वो जब आएगा സകലതും നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. सब कुछ हमें स्मरण कराएगा। കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ സകല കാര്യങ്ങളും നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. यीशु मसीह ने जो भी कहा वो सब हमें याद दिलाएगा, സകലതും നമ്മളെ പഠിപ്പിച്ചു തരും. सब कुछ हमें सिखाएगा, സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തും. सारे सच्चाई में हमें चलाएगा। അടുത്ത വാക്യം വായിച്ച്. अगला आयत पढ़ेंगे, 15-ാം അധ്യായം 26-ാം വാക്യം. 15 का 26। ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ആ അയക്കുവാനുള്ള കാര്യസ്ഥനായി ആ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. परंतु जब वह सहायक आएगा, जैसा मैं तुम्हारे पास पिता की ओर से भेजूंगा, अर्थात सत्य का आत्मा जो पिता की ओर से निकलता है, तो वह मेरी गवाही देगा। എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. मेरी गवाही देगा। പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. पवित्र आत्मा यीशु मसीह के बारे में गवाही देगा। നമ്മളെ എല്ലാം കർത്താവ് ഏൽപ്പിച്ചേക്കുന്ന ശുശ്രൂഷ അതാ. और हम सबको मसीह ने वही सेवकाई ഇതിന്റെ सौंपा है। താഴെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളും സാക്ഷ്യം എന്നോട് കൂടെ ഇരുന്നത് കൊണ്ട് സാക്ഷ്യം പറയുവീൻ. नीचे के आयत में भी लिखा है, और क्या मेरे पास गवाह हो क्योंकि तुम भी आरंभ से मेरे साथ हो। കർത്താവിനെ വിറ്റ്നസ് ചെയ്യണമെങ്കിൽ, अगर यीशु मसीह का गवाह बनना ഈ है, ശുശ്രൂഷ നന്നായിട്ട് ചെയ്യണമെങ്കിൽ ये सेवकाई को अगर अच्छे से करना है, പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. पवित्र आत्मा की सहायता चाहिए। അടുത്ത വാക്യം നോക്കിയേ. अगला आयत देखेंगे, 16-ാം അധ്യായം 16वां अध्याय 14-ാം വാക്യം. 14वां आयत। അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് ആ എന്നെ മഹത്വപ്പെടുത്തും. വായിച്ചു. वह मेरी महिमा करेगा क्योंकि वह मेरी बातों में से लेकर तुम्हें बताएगा। പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. पवित्र आत्मा यीशु मसीह की महिमा करेगा। അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഇതെല്ലാമാണ്. तो हमारे जीवन में हमें ये सब कुछ चाहिए। പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. पवित्र आत्मा हमें सारी सच्चाई में चलाएगा। പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. पवित्र आत्मा हमें सिखाएगा। യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. यीशु ने जो कुछ भी कहा वो सब हमको स्मरण दिलाएगा। പരിശുദ്ധാത്മാവ് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കും. पवित्र आत्मा यीशु मसीह का गवाह बनने के लिए हमारी मदद करेगा കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നമ്മളെ സഹായിക്കും. और यीशु मसीह की महिमा देने के लिए भी हमारी सहायता ഈ करेगा। കാര്യങ്ങൾ മറക്കരുത്. ये भूलना नहीं। പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ കൂടെ പേരുകൾ കൂടെ ഓർപ്പിച്ചോട്ടെ. पवित्र आत्मा का जो नाम बाइबल में लिखा है वो भी याद दिलाता हूँ। ഹെൽപ്പർ, सहायक, സ്ട്രെങ്തനർ, शक्ति देने वाला, അഡ്വക്കേറ്റ്, एडवोकेट, കൗൺസിലർ,
सलाहकार, ഇതെല്ലാം നമുക്ക് വേണം. ये सब हमें चाहिए. ഈ സഹായങ്ങൾ മുഴുവൻ നമുക്ക് വേണം. ये सारी मदद हमें चाहिए. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, इसलिए यीशु मसीह ने कहा, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. जो मैं जाता हूँ तुम्हारे लिए अच्छा है. ഞാൻ പോകാഞ്ഞാൽ अगर मैं नहीं जाऊँ, കാര്യസ്ഥൻ सहायक നിങ്ങളുടെ അടുക്കൽ വരികയില്ല. तुम्हारे बीच नहीं आएगा. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, मैं पिता से विनती അവൻ करूंगा മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. और वो एक और सहायक तुम्हारे लिए भेजेगा. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കണം. वो सर्वदा तुम्हारे साथ रहेगा. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉപദേശങ്ങൾ और सबसे मुख्य ये उपदेश കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. यीशु मसीह ने अपने चेलों को सिखाया. അന്ന് രാത്രി उस दिन रात को അവരെ മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി कोठरी से नीचे उतरकर ഈ ഗത്സമന തോട്ടത്തിലേക്ക് യാത്രയായി. गतसमने ब्यारी की ओर वो गए. അതിനുശേഷം उसके उपरांत ആ മഹാപുരോഹിത പ്രാർത്ഥനയും കൂടെ കഴിഞ്ഞ ശേഷം महायाजक प्रार्थना भी होने के बाद അവർ കിദ്രോൻ തോട് കടന്ന് वो किद्रोन की नाला पार करके യെരുശലേം നഗരത്തെയും ഒലിവ് മലയും തമ്മിൽ വേർതിരിക്കുന്ന ആ കിദ്രോൻ തോട് കടന്ന് यरूशलेम मंदिर और जो जैतून का पहाड़ उसको अलग करने वाला किद्रोन नाला അവർ ഗത്സമന തോട്ടത്തിലെത്തി. और गतसमने की वाटिका में पहुंचे. മിക്ക രാത്രിയിലും കർത്താവ് അവിടെ പോകുമായിരുന്നു. और हर अक्सर यीशु मसीह वहां जाते थे. ശിഷ്യന്മാർക്ക് ആ സ്ഥലം അറിയാം. चेले वो जगह जानते हैं. വിശ്രമിക്കാൻ വേണ്ടി അവരവിടെ പോകും. विश्राम करने के लिए वो वहां जाते हैं. കർത്താവ് അവിടെ ഇരുന്ന് തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കും. यीशु मसीह वहां बैठकर अपने पिता से प्रार्थना करते हैं. ഇസ്കരിയോത്ത യൂദായിക്കും ആ സ്ഥലം അറിയാം. यहूदा इस्करियोत भी ये जानता है. അത് വളരെ നല്ലൊരു സ്ഥലമാണ്. बहुत ही अच्छा एक जगह है. ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്. एकांत जगह है. കർത്താവിനെ പിടിക്കാൻ ഒറ്റിക്കൊടുക്കുവാൻ പറ്റിയ സ്ഥലമാണെന്ന് ഇസ്കരിയോത്ത യൂദായിക്ക് അറിയാം. यीशु मसीह को पकड़वाने के लिए सबसे उत्तम एकांत जगह है. इस्करियोत जानता है. അവൻ വളരെ ബുദ്ധിമാനായിരുന്നു. वो बहुत दिमाग वाला അവൻ था. അറിയാമായിരുന്നു ഈ അത്താഴം കഴിഞ്ഞാൽ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് ഗത്സമന തോട്ടത്തിലേക്ക് പോകുമെന്ന്. वो जानता था यीशु मसीह इस भोजन के बाद अपने चेलों को लेकर इस गतसमने वाटिका में അത് जाएगा. അറിഞ്ഞു തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. और वो जानबूझकर ही और जानकर वहां से निकल कर പതിവ് गया. പോലെ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് ആ തോട്ടത്തിൽ ചെന്നു. और जैसा हमेशा करता है यीशु मसीह चेलों को लेकर उस वाटिका में ആ पहुंचा. തോട്ടത്തിൽ എത്തിയപ്പോൾ जब उस वाटिका में पहुंचा, 3 ശിഷ്യന്മാരെയും വിളിച്ച് കർത്താവ് അതിന്റെ ഉള്ളിലേക്ക് പോയി. 3 चेलों को लेकर उसके अंदर चले गए. ബാക്കിയുള്ളവരോട് ഇരിക്കാൻ പറഞ്ഞു. बाकी लोगों को बोला तुम वहां बैठो. കർത്താവിന്റെ ശുശ്രൂഷയുടെ അതിപ്രധാനമായ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുക. यीशु मसीह की सेवकाई की सबसे अहम विषय की ओर हम आ रहे हैं. ദേവേശ യേശു പരാ ജീവനീ കായ് വെടിഞ്ഞു ദേവേശ യേശു പരാ ജീവനീ കായ് വെടിഞ്ഞു ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. തനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന 3 ശിഷ്യന്മാരെയും കൂട്ടി കർത്താവ് അതിന്റെ ഉള്ളിലേക്ക് പോയി. अपना प्रिय 3 चेलों को लेकर यीशु मसीह उसके भीतर गया. തിരിച്ചു വ്യത്യാസം ഒന്നും കർത്താവിനില്ല. वहां पर यीशु मसीह का पक्षपात कोई नहीं है. ഈ 3 പേർ കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചു. लेकिन इन 3 लोगों ने यीशु मसीह से अधिक प्रेम किया. അതുകൊണ്ട് കർത്താവ് അവരെ കൂടുതൽ സ്നേഹിച്ചു. इसलिए यीशु मसीह ने उन्हें भी अधिक प्रेम किया. നമുക്കും ഈ പദവി ലഭിക്കാവുന്നതേ ഉള്ളൂ. हमें भी ये पदवी मिल सकता है. നാം കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചാൽ हम अगर परमेश्वर से ज्यादा प्रेम करेंगे, കർത്താവ് നമ്മളെ കൂടുതൽ സ്നേഹിക്കും. मसीह भी हमसे अधिक प्रेम रखेगा. നിങ്ങൾ എന്നോട് അടുത്ത് വരുവീൻ, तुम मेरे नजदीक आओ എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരും. तो मैं तुम्हारे नजदीक आऊंगा. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് കർത്താവ് ആ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് പോയി. पतरस, याकूब और यूहन्ना को लेकर यीशु मसीह उस वाटिका के भीतर गया. കർത്താവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പീൻ. यीशु ने उनसे कहा तुम यहाँ बैठकर प्रार्थना करो. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. परीक्षा में ना पड़ो इसलिए जाग कर प्रार्थना करो. അത് പറഞ്ഞിട്ട് കർത്താവ് ഒരല്പം മുന്നോട്ട് പോയിട്ട് और यह कहकर यीशु मसीह थोड़ा आगे निकल गए. പിന്നെ ആ രാത്രി അവിടെ നടന്ന കാര്യങ്ങൾ और उसके बाद उस रात को वहां जो घटना घटी നമ്മുടെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാവുന്നതിനും അപ്പുറമാണ്. हमारे लफ्जों से हम बता सकते उससे भी परे हैं. ആരും ഒരു നാളും കർത്താവിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. कोई भी यीशु मसीह को इस तरह से कभी नहीं देखा. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ पवित्र कलाम में जो लिखा गया है, അവരുടെ മുമ്പാകെ വ്യാകുലപ്പെടുവാനും ഭ്രമിക്കുവാനും തുടങ്ങി. वो उसके सामने वो डर गए, वो चमत्कृत हो गए. ശിഷ്യന്മാർ ഒരിക്കലും കർത്താവിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. चेलों ने यीशु मसीह को इस तरह से कभी नहीं
नहीं देखा। കർത്താവോട് വെച്ച് പറഞ്ഞു, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് പറഞ്ഞു. यीशु मसीह ने कहा, मेरा अंदर जो है मृत्यु का दर्द से बहुत ही विवश हूँ। ഒരല്പം മുന്നോട്ട് പോയിട്ട് കർത്താവ് കമന്ന് വീണു. थोड़ा आगे जाकर यीशु ने दंडवत किया, എഴുന്നേറ്റ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. और उठकर घुटनों पे खड़ा होकर प्रार्थना किया। അതിവേദനയിലായി, बहुत दर्द में था, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. जोर जोर से पुकार पुकार कर आंसुओं से प्रार्थना किया। സുവിശേഷത്തിൽ ഒരു സുവിശേഷകൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. एक सुसमाचारक ने ऐसा लिखा है, ഈ ശിഷ്യന്മാർ ഇത് കണ്ടിട്ട് चेलों ने ये देखकर അവർക്ക് അതിവേദന ഉണ്ടായിട്ട് उन्हें दर्द हुआ, ദുഃഖം നിമിത്തം दुख के कारण അവരവിടെ മാറിയിരുന്ന് അവർ ഉറങ്ങിയെന്ന് എഴുതിയിരിക്കുന്നു. वो दूर बैठकर सो गए, ऐसा लिखा है। ഇതൊക്കെ ശരിയാണോ? ये सब सही है क्या? അതെ, सही है, അവർക്കിത് കാണാൻ ത്രാണിയില്ലാതെ, क्योंकि वो देख नहीं सकते ഈ थे। നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റാതെ ये जो हो रहा है वो विश्वास नहीं कर पा അവരവിടെ रहे थे। തളർന്നിരുന്നു. वो थक गए थे, അല്ല, അവർ ഉറങ്ങി. वो सो गए। അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതിരുന്നത് वो प्रार्थना ना कर അവരുടെ पाए, ബലഹീനത കൊണ്ട് തന്നെയാണ്. उनकी कमजोरी के कारण। 3 തവണ കർത്താവ് അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, 3 बार यीशु मसीह उनके पास आकर बोला, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ परीक्षाओं में ना पड़ो, इसलिए ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി. जाग कर प्रार्थना करो। ആത്മാവ് ഒരുക്കമുള്ളത്, आत्मा में तैयारी है, എന്നാൽ ജഡം ബലഹീനമാണ്. लेकिन शरीर कमजोर നിങ്ങൾ है। പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ तुम परीक्षा में ना पड़ो, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി. जाग कर प्रार्थना करो। പിന്നെയും കർത്താവ് മുന്നോട്ട് ചെന്ന് फिर से यीशु मसीह आगे जाकर കവിണ്ണ് വീണ് നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. वहां पर दंडवत करके ഇങ്ങനെ प्रार्थना ഇതിനു മുമ്പ് किया। ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. इसके पहले ऐसा कभी प्रार्थना नहीं തിരുവചനത്തിൽ किया। എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ पवित्र कलाम में जो आयत लिखा है, വായിച്ചാൽ നമുക്ക് പ്രയാസം തോന്നും. पढ़ने से हमें दुख होता അവന്റെ है, വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. और उसका जो पसीना है वो नीचे लहू के समान गिरता है। അതിവേദനയോടെ പ്രാർത്ഥിച്ചു, बहुत दर्द से प्रार्थना किया, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, ध्यान पूर्वक प्रार्थना തന്റെ किया, പിതാവിനോട് ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥിച്ചു, अपने पिता से जोर जोर से पुकार के प्रार्थना किया, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. आंसुओं से प्रार्थना किया। ഇന്നും എനിക്ക് മനസ്സിലാകാത്തൊരു വാക്യം അവിടെയുണ്ട്. आज भी मुझे समझ नहीं आता, ऐसा एक आयत वहां എനിക്ക് पर है, ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വാക്യമുണ്ട്. जो मुझे सहमा नहीं सका। वो एक वचन है, കർത്താവിനെ ശക്തിപ്പെടുത്താൻ मसीह को शक्ति देने के लिए സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി. स्वर्ग से एक दूत वहां प्रकट എനിക്കത് हुआ। ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ, मुझे वो समझना आसान नहीं എനിക്കത് है, ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാ. मुझे वो समझना मुश्किल है। എന്റെ കർത്താവിനെ ശക്തിപ്പെടുത്താൻ मेरे मसीह को बलवंत करने के लिए സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നെന്നോ स्वर्ग से एक दूत आया, അത് തിരിച്ചറിയാൻ പാടാ. वो समझना मुश्किल है। എന്താ ഇത്ര വേദന, क्यों इतना दर्द है, എന്നാ ഇങ്ങനെ പ്രയാസം, क्यों ऐसा मुश्किल ഈ है, തോട്ടത്തിൽ എന്താ ഈ ये നടക്കുന്നത്, वाटिका में क्या हो रहा ഇത് है, എന്തുകൊണ്ടാ യേശു ക്രിസ്തു ഇങ്ങനെ നിലവിളിക്കുന്നത്, क्यों यीशु मसीह ऐसे रो रहा है, എന്നാ ബുദ്ധിമുട്ട്, क्या मुश्किल है, ക്രൂശ് മരണത്തെ കുറിച്ചുള്ള ഭയമാണോ, सलीब के मृत्यु का डर है क्या, എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? क्यों इस तरह से रो रहा है। കർത്താവ് പറഞ്ഞത്, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. यीशु मसीह ने कहा, मेरे अंदर मृत्यु के डर के जैसा उस दर्द के समान है। ഗതസമന ഭുവനത്തിൽ അധിക ഭാര വഹിച്ചതിനാൽ, ഗതസമന ഭുവനത്തിൽ അധിക ഭാര വഹിച്ചതിനാൽ, അതിവേദയിൽ ആയിട്ടു താതനിഷ്ടം നടപ്പതിനനുസരിച്ചു, താതനിഷ്ടം നടപ്പതിനനുസരിച്ചു. ദേവേശ യേശു പരാ ജീവനെ നീയായി വെടിഞ്ഞു. ദേവേശ യേശു പരാ ജീവനെ നീയായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു, നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു.
മരിക്കാൻ വേണ്ടിയാ കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ വന്നത്. मरने के लिए यीशु मसीह देवदारू होकर संसार में आया അത് കർത്താവിന് സന്തോഷമുള്ള കാര്യമാണ്. और वो मसीह के लिए आनंद का विषय था. അനേകർ ജീവിക്കേണ്ടതിന് कई लोग जीने के लिए കർത്താവ് സന്തോഷത്തോടെ തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. यीशु मसीह आनंद के साथ अपने जीवन को सौंप दिया. കർത്താവ് പറഞ്ഞു, എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്. यीशु मसीह ने कहा, मुझे अब एक बपतिस्मा അത് पाना है കഴിയുവോളം ഞാൻ എത്ര ഞെരങ്ങുന്നു, और वो खत्म होने तक मैं कितना അത് करहाता हूँ കഴിയുവോളം ഞാൻ എത്ര ബന്ധപ്പെടുന്നു, और वो खत्म होने तक मैं कितना एक അത് കഴിയുവാൻ എനിക്ക് തിടുക്കമുണ്ട്. और वो खत्म होने के लिए मुझे जल्दी है. സന്തോഷത്തോടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. आनंद से यीशु मसीह संसार में തന്റെ आए. മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് उसके आगे रखा हुआ उस आनंद को देखकर അവൻ അപമാനം അലക്ഷ്യമാക്കി उसने निंदा को समान किया ക്രൂശിനെ സഹിച്ചു. और सलीब को सह लिया. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം उसके आगे जो आनंद रखा था നമ്മളാ. हम है. അപ്പൊ പിന്നെ ഗെത്സമന തോട്ടത്തിൽ എന്തുകൊണ്ടായി വേദന तो ഉണ്ടായി? फिर गत्समने की वाटिका में ये दर्द क्यों हुआ? എന്തുകൊണ്ടാ ഇങ്ങനെ നിലവിളിച്ചത്? क्यों इस तरह से रोया? എന്തുകൊണ്ട് അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി? क्यों उसके पसीना नीचे खून के समान गिरता है? നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. ये सब अच्छे से पढ़ना. കേട്ട കാര്യങ്ങൾ ആവർത്തിച്ചിരിക്കരുത്. सुना हुआ बातें बार बार सुनते हुए नहीं रहना. ഇതൊക്കെ ഇങ്ങനെ തന്നെ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ये सब ऐसा ही है, ये जरा जोड़ कर देखना. നിർബന്ധമായിട്ട്. और निश्चित करना. പലതും നമ്മളിങ്ങനെ പ്രസംഗങ്ങളൊക്കെ കേട്ട് कई बार इस तरह से प्रचारों को हम सुनते हैं ഇതെല്ലാം ഇങ്ങനെ തന്നെയാണെന്നങ്ങ് വിചാരിച്ചിരിക്കുക. और हम मान लेते हैं कि ये ऐसा ही है. ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ഹോളി സ്പിരിറ്റാണ്. सबसे उत्तम हमारा अध्यापक पवित्र आत्मा है. പ്രാർത്ഥിച്ച് ദൈവാത്മാവിൻ്റെ സഹായത്താൽ ഈ ഭാഗങ്ങളൊക്കെ വായിച്ച് പഠിക്കണം. प्रार्थना करके परमेश्वर की आत्मा की मदद से इन भागों को पढ़ना. നമ്മുടെ തീം നമ്മുടെ ജീവിതത്തിൽ നിറവേറി വരും. हमारा जो विषय है हमारे जीवन में पूरा होता दिखे. ക്രിസ്തുവിൻ്റെ എല്ലാ നിറവിനോളവും നമ്മൾ നിറഞ്ഞു വരുവാനിടയായി. मसीह की सारी भरपूरी से हम परिपूर्ण होने पाएंगे. ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി അല്ല പറഞ്ഞത്. मैं अभी जो बोलने वाला हूँ उसके बारे में नहीं നിലവിൽ कहा, പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. लेकिन जो कहा गया है उन बातों को और एक बार आप जांच लेना. എൻ്റെ പ്രാണൻ मेरी മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. मेरी आत्मा जो है मृत्यु की दर्द की तरह बहुत दुखी है. ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ വ്യാകുലപ്പെടുവാനും ഭ്രമിക്കാനും തുടങ്ങി. और चेलों के सामने वो भी व्याकुल होने लगे ഭ്രമിക്കുവാനും തുടങ്ങി. और वो डरने लगे. അവർക്കത് കണ്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. वो देखकर खड़े नहीं हो पाए. എന്താ ഇവിടുത്തെ പ്രയാസം? क्यों यहाँ पर इतना मुश्किल? പിതാവായ ദൈവം पिता परमेश्वर ഒരു പാനപാത്രം തന്റെ പുത്രന് കുടിപ്പാൻ കൊടുത്തു. एक कटोरा अपने पुत्र को पीने को दिया. കാണത്തക്കവണ്ണമല്ല, देखने लायक नहीं, ആത്മീകമായിട്ട് आत्मिक तौर से ഒരു പാനപാത്രം കുടിക്കാൻ കൊടുത്തു. एक कटोरा पीने को दिया. അതിനെന്നെ ഇത്ര പ്രയാസം? उसमें इतना दुख क्या है? അതിലെന്താ ഉള്ളത്? उसमें क्या है? അതിൽ സകല മാനവജാതിയുടെയും उसमें सारे मानव राशि का പാപത്തിന്റെ ശിക്ഷയുണ്ട്. पाप का दंड है. അത് ഏറ്റെടുക്കാൻ വേണ്ടിയാണല്ലോ ഈ ഭൂമിയിലോട്ട് വന്നത്. और वो स्वीकार करने के लिए संसार में आए थे. പിന്നെ ഇപ്പൊ എന്താ ഒരു പ്രയാസം? फिर अब ये क्या बात हुआ है? കർത്താവ് പലതവണ പ്രാർത്ഥിച്ചു, यीशु ने कई बार प्रार्थना പിതാവേ किया, കഴിയുമെങ്കിൽ पिता हो सके ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. इस कटोरे को मुझसे निकाल देना. ചില വാക്കുകൾ കർത്താവ് പറഞ്ഞത് വളരെ അർത്ഥമുള്ളതാണ്. और कुछ लफ्ज यीशु मसीह ने कहा बहुत अर्थपूर्ण है. നിനക്ക് സകലതും കഴിയുമല്ലോ. तुझसे सब कुछ संभव है. അതൊക്കെ ആഴത്തിൽ പഠിക്കണം, वो सब गहराई से पढ़ना, നന്നായിട്ട് പഠിക്കണം, अच्छे से पढ़ना, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പഠിക്കണം. पवित्र आत्मा की मदद से पढ़ना. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? वो कहने का तात्पर्य क्या നിനക്ക് था? സകലതും കഴിയുമല്ലോ. तुझसे सब कुछ संभव है. ഈ പാനപാത്രം ഒന്ന് നീക്കി തരണം. ये कटोरा हटा दे. അത് ഏറ്റെടുക്കാൻ എന്നാ ബുദ്ധിമുട്ട്? वो लेने के लिए इतना मुश्किल क्या പിതാവായ है? ദൈവം ഒരു പാനപാത്രം കുടിപ്പാൻ കൊടുത്തു. पिता परमेश्वर ने एक कटोरा पीने के लिए അതിൽ दिया. സകല മാനവജാതിയുടെയും പാപവും അതിന്റെ ശിക്ഷയുമുണ്ട്. उसमें सारे मानव राशि का पाप और उसका दंड है. അത് ഏറ്റെടുക്കാൻ എന്നാ ബുദ്ധിമുട്ട്? और उसके स्वीकार करने में इतना मुश्किल क्या है? ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. बहुत मुश्किल है. അതാ ഈ കരയുന്നേ, इसीलिए रो रहा है, അതാ ഈ നിലത്ത് വീഴുന്നേ, इसीलिए वो दंडवत कर അതാ ഈ रहा है, പ്രയാസങ്ങൾ കാണിക്കുന്നേ, और इसीलिए ये सारी व्यथा है. അതാ ഇങ്ങനെ വല്ലാണ്ട് വേർത്ത് അത് ചോരത്തുള്ളി പോലെ ആകുന്നതിന്റെ കാരണം അതാണ്. और इसीलिए पसीने से लथपथ पसीना लहू की माई गिरता है. My soul is troubled to the point of death.
मेरी आत्मा इतना मुश्किल में है यहाँ तक कि मृत्यु के दुख के समान। കർത്താവിനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ ഇറങ്ങി വന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. और यीशु मसीह को बलवंत करने के लिए एक स्वर्गदूत उतर आया, ये बहुत अहम विषय है। പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രൻ, पवित्र परमेश्वर का पुत्र, പരിശുദ്ധൻ എന്ന പേര് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. और पवित्र केवल परमेश्वर का नाम है। നമ്മളൊക്കെ വിശുദ്ധന്മാരാ, हम केवल शुद्ध लोग हैं। പരിശുദ്ധൻ എന്ന നാമമുള്ളത് ദൈവത്തിന് മാത്രമാണ്. अति पवित्र जो नाम है वो केवल परमेश्वर का ദൈവം है। മാത്രമാണ് പരിശുദ്ധൻ. परमेश्वर मात्र पवित्र है വേറെ ആരും പരിശുദ്ധരല്ല. और कोई भी पवित्र नहीं, ദൂതന്മാരല്ല, दूत भी नहीं, മനുഷ്യരല്ല, मनुष्य नहीं, വേറെ ആരുമില്ല. और कोई नहीं, ദൈവം മാത്രമാ പരിശുദ്ധൻ. परमेश्वर मात्र पवित्र है, ഒരു തെറ്റും ചെയ്യാത്ത, जिसने कोई गलती नहीं, യാതൊന്നുമില്ലാത്ത कुछ भी नहीं, പരിശുദ്ധൻ ദൈവം മാത്രം. पवित्र केवल परमेश्वर। ആ ദൈവത്തിന്റെ പരിശുദ്ധനായ പുത്രൻ, और उस परमेश्वर का पवित्र पुत्र പാപം അറിയാത്തവൻ जो पाप नहीं जाना ഇപ്പൊ പാപമാക്കും. अब पाप बनेगा। അത് സഹിക്കാൻ പറ്റുന്നതല്ല. वो सहन नहीं होता, ഒരു കാരണവശാലും അത് സഹിക്കാൻ പറ്റുന്നതല്ല. किसी भी कारणवश वो सहन പാപം नहीं होता। അറിയാത്തവനെ जिसने पाप नहीं ഇവിടെ जाना മുതൽ പാപമാക്കും. अब यहाँ से उसको पाप അതിന്റെ बनाएगा, പ്രയാസമായി കാണിക്കുന്നത്, और उसका दर्द है ये जो അതിന്റെ दिखा रहा है, വെപ്രാളമായി और കാണിക്കുന്നത് उसका ये तड़प है। പരിശുദ്ധനായ ദൈവപുത്രൻ, पवित्र परमेश्वर का पुत्र, ഒരു തെറ്റുമില്ലാത്ത, उसमें कोई गलती കറ नहीं, ചുളുക്കമൊന്നുമില്ലാത്ത, कोई झुर्री नहीं, कोई बात नहीं, പരിശുദ്ധ, अति पवित्र, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് സറാഫുകൾ ആരാധിക്കുന്ന सेनाओं का यहोवा पवित्र पवित्र पवित्र, ऐसे साराफ लोग जिसकी आराधना करते ദൈവപുത്രനെ, हैं, ദൈവപുത്രനെ परमेश्वर का पुत्र को നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, हमारे उद्धार के लिए, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, हमारी रक्षा के लिए, പാപമറിയാത്തവനെ പാപമാക്കാൻ പോവുക. जो पाप नहीं जानता उसको पाप बनाने वाला അതിന്റെ है, പ്രയാസമായി और കാണിക്കുന്നത്, उसका ये व्यथा है, അതായി കരയുന്നത്, इसीलिए रो रहा है, അതായി വെപ്രാളം इसीलिए കാണിക്കുന്നത്. तड़प रहा है। ഇതിലും വലുതൊന്നും കൂടെ ഉണ്ട്. इससे बड़ा और एक है, ഇങ്ങനെ പാപമറിയാത്തവനെ പാപമാക്കുമ്പോൾ इस तरह से जो पाप नहीं जानता उसको जो पाप बनाया, മറ്റൊരു പ്രധാന കാര്യം കൂടെ സംഭവിക്കും. दूसरा एक बहुत अहम विषय हुआ, അതിന്റെ നിമിത്തമാണ് കർത്താവ് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. और उसके कारण यीशु मसीह प्रार्थना कर रहे हैं, विनती कर रहे हैं। അല്ല എന്റെ പ്രിയരെ, मेरे प्रिय लोगों, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? आप लोगों ने कभी ये देखा है? ഇന്ന് രാത്രി ഒന്ന് കാണണം. आज रात देखना, നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണുകൊണ്ട് നിങ്ങളൊന്ന് കാണണം. अपनी आत्मिक आंखों से देखना, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി കൊണ്ട് നിങ്ങളൊന്ന് കാണണം. हृदय की आंखों से देखना। ആ രാത്രിയിൽ ഗത്സമന തോട്ടത്തിൽ എന്താ നടന്നതെന്ന് उस रात गदसमने वाटिका में क्या हुआ? നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ കർത്താവ് കമന്ന് വീഴുന്നത്? कई एक बार आपने देखा है मसीह दंडवत करता हुआ? ഇങ്ങനെ കമന്ന് വീണ് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ടോ? ऐसा दंडवत करके प्रार्थना किया कभी ഉറച്ച देखा है? നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ടോ? पुकार पुकार कर आंसुओं से रोते हुए देखा അവന്റെ है? വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയത് കണ്ടിട്ടുണ്ടോ? और उसका पसीना पसीना लहू के बूंद के जैसा गिरते हुए ഇന്ന് देखा രാത്രി है? അത് കേട്ടാ പോരാ, അതൊന്ന് കാണണം. आज रात काल केवल सुनना नहीं, देखना है। എന്നെ രക്ഷിപ്പാൻ, എന്റെ വർഗത്തെ രക്ഷിപ്പാൻ, मेरा उद्धार करने के लिए, मनुष्य राशि का उद्धार करने के लिए യേശുനാഥൻ സഹിച്ച പാടുകൾ यीशु ने जो कष्ट सहा, നാം അറിയാതെ പോകരുത്. हम अनजान नहीं होना। നമുക്കിത് ദാനമായി ലഭിച്ചതാണ്, हमें ये वरदान के तौर पर मिला നമുക്കിത് है, സൗജന്യമായി ലഭിച്ചതാണ്. हमें ये निःशुल्क मिला है, പക്ഷെ അതിന്റെ പിൻപിൽ മുതൽ മുടക്കി ഒരാളുണ്ട്. लेकिन उसके पीछे एक बड़ा मूल्य चुकाया व्यक्ति അതിനുവേണ്ടി है, വില കൊടുത്ത ഒരാളുണ്ട്. उसके लिए मूल्य चुकाया व्यक्ति है। നമ്മളാരും ഒന്നും കൊടുത്തിട്ടില്ല, हमने कुछ नहीं दिया, നമുക്കിത് ദാനമായി ലഭിച്ചതാണ്. हमारे लिए वरदान के तौर पर मिला। മറക്കരുത്. भूलना नहीं। ഒരു ഉപകാരം ചെയ്യണം. एक मदद करना, ഇന്നു മുതൽ आज से അറിയാതാണെങ്കിലും अनजाने में ही सही, അവരൊക്കെ വലിയ വില കൊടുത്തവരാണെന്ന് മേലാൽ പറയരുത്. उन लोगों ने बहुत कीमत चुकाया ऐसा नहीं कहना। ആരും ഒരു വിലയും കൊടുത്തിട്ടില്ല. किसी ने कोई कीमत नहीं വില चुकाया, കൊടുത്തത് മുഴുവൻ കർത്താവാ. पूरा कीमत परमेश्वर ने चुकाया നമുക്കൊക്കെ ഇത് है। ദാനമായി ലഭിച്ചതാണ്, हमें ये सब वरदान में मिला है, സൗജന്യമായി ലഭിച്ചതാണ്. ये निःशुल्क मिला है, അതുകൊണ്ട് അറിയാതെ പോലും പറയരുത്. इसलिए अनजाने में भी नहीं कहना। അവരൊക്കെ ഒത്തിരി വില കൊടുത്തവരാണ്. उन लोगों ने बहुत कीमत വില चुकाया है। കൊടുത്തത് ഒരാളേ ഉള്ളൂ, कीमत चुकाने वाला एक ही व्यक्ति है, ദൈവം. परमेश्वर। ഇങ്ങനെ പാപമറിയാത്തവനെ പാപമാക്കുമ്പോൾ, इस तरह से जिसको पाप नहीं उसको जब पाप बनाया ഈ जाता है, പാനപാത്രം ഏറ്റെടുക്കുമ്പോൾ कटोरा जब स्वीकार करता है, മറ്റൊരു കാര്യവും കൂടെ സംഭവിക്കും. और एक विषय होता है, പിതാവായ ദൈവം पिता परमेश्वर തന്റെ പുത്രനിൽ നിന്ന് अपने पुत्र से മാറിക്കളയും. अलग हो जाएगा, ബന്ധം അറ്റുപോകും, वो रिश्ता टूट जाएगा, മുഖം മറച്ചു കളയും. अपना मुंह मोड़ देगा, പാപത്തോട് ഒരു ബന്ധവുമില്ലാത്ത
पाप से कोई रिश्ता नहीं रखने वाला। ദൈവം परमेश्वर തന്റെ പുത്രനെ പാപമാക്കുമ്പോൾ अपने पुत्र को जब पाप ആ बनाएगा ബന്ധം തൽക്കാലത്തേക്ക് അറ്റുപോകും. वो रिश्ता उस समय के लिए टूट जाएगा അതിന്റെ വേദനയിലായി പുത്രൻ കരയുന്നത്. और उसके दर्द में पुत्र रो रहा है। കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റിത്തരണം. हो सके तो ये कटोरा मुझसे अलग कर। 3 തവണ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 3 बार प्रार्थना करके बोला, എങ്കിലും എന്റെ ഇഷ്ടമല്ല, फिर भी मेरी इच्छा नहीं, അങ്ങയുടെ ഇഷ്ടം आपकी इच्छा എന്നിൽ പൂർണ്ണമാകട്ടെ. मुझ में पूरा हो। പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്, नबियों के किताब में ऐसा एक वचन है, പാപത്തെ നോക്കുവാൻ പോലും കഴിയാത്തവണ്ണം पाप को देख भी नहीं सकता इस तरह നിർമ്മല ദൃഷ്ടിയുള്ളവനായ യഹോവ, एक निर्मल दृष्टि रखने वाला പാപത്തെ നോക്കുവാൻ പോലും കഴിയാത്തവണ്ണം जो पाप को देख भी नहीं सकता നിർമ്മല ദൃഷ്ടിയുള്ളവനായ യഹോവ निर्मल पवित्र दृष्टि रखने वाला തന്റെ പുത്രനെ यहोवा പാപമാക്കുമ്പോൾ अपने पुत्र को जब पाप बनाया മുഖം മറച്ചുകളയും, अपने मुंह ढाप लेगा, തന്റെ പുത്രനെ വിട്ടുകളയും. अपने पुत्र को छोड़ देगा। അതൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. ये कभी हम विचार भी नहीं कर പിതാവിന്റെ सकते। മടിയിലിരുന്ന ഏകജാതനായ പുത്രനെ जो पिता के गोद में बैठा हुआ നമുക്ക് इकलौता പകരമായി पुत्र को തകർത്ത് കളയുമ്പോൾ हमारे लिए जब वो उसको ठोड़ा जाएगा, ആ വേദന അതിവേദനയാണ്. वो दर्द असहनीय वर्द है। അതിലാണ് ഈ പ്രാർത്ഥനയും ഈ കണ്ണുനീരും എല്ലാം വരുന്നത്. और उसी में ये प्रार्थना ये आंसू सब आता है। എങ്കിലും നമ്മെ രക്ഷിപ്പാൻ വേണ്ടി तो भी हमारा उद्धार करने के लिए യേശുനാഥൻ പ്രാർത്ഥിച്ചൊരുങ്ങി यीशु प्रार्थना करके तैयार ആ हुआ, ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറായി. और सेवकाई के लिए वो तैयार हुआ। എങ്കിലും എന്റെ ഇഷ്ടമല്ല പിതാവേ, तो भी मेरी इच्छा नहीं प्रभु, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു आपकी इच्छा पूरी होने दो। ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നു. उस सेवकाई के लिए आया। കർത്താവ് വരുമ്പോൾ यीशु मसीह जब ഈ आया, ശിഷ്യന്മാര് വളരെ ആഴത്തിൽ കിടന്നുറങ്ങുക. ये चेले गहरी नींद में थे അവരുടെ കണ്ണ് ഇങ്ങനെ നിദ്രാഭാരത്താൽ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ടായി. और उनकी आंखें नींद की बोझ से बहुत ही तकलीफ में थे। കർത്താവ് അവരോട് പറഞ്ഞു, ഇനി ഉറങ്ങി വിശ്രമിച്ചോളാൻ പറഞ്ഞു. यीशु ने कहा अब सो लो, आराम कर लो। എങ്കിലും കർത്താവ് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, लेकिन यीशु ने वहां पर एक बात बताया, നിങ്ങൾക്ക് ഒരു നാഴിക നേരം तुम एक पहर എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയല്ലോ. मेरे साथ प्रार्थना नहीं कर पाए, ഒരു മണിക്കൂർ നേരം एक पहर तुम मेरे साथ प्रार्थना नहीं कर पाए। അത് മറക്കരുത്. भूलना नहीं, അത്രയെങ്കിലും പ്രാർത്ഥിക്കണം. उतना तो भी प्रार्थना करना। 10 മിനിറ്റ് പോരാ, 10 मिनट काफी नहीं है, 15 മിനിറ്റ് പോരാ. 15 मिनट काफी नहीं है। ഇത് കൂട്ടത്തിലുള്ള പ്രാർത്ഥനയല്ല, और ये सामूहिक प्रार्थना नहीं, തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. अकेला बैठ के प्रार्थना करना। ആഴ്ചയിൽ ഒരിക്കലെങ്കിലും अगर हफ्ते में एक बार तो भी 1 മണിക്കൂർ നേരം 1 घंटा തന്നെ ഇരുന്ന് अकेले बैठकर പ്രാർത്ഥിക്കണം. प्रार्थना करना। കുടുംബ പ്രാർത്ഥനയൊക്കെ നല്ലതാണ്, पारिवारिक प्रार्थना अच्छा है, സഭയായിട്ട് ഒന്നിച്ചുള്ള പ്രാർത്ഥനയൊക്കെ നല്ലതാണ്. कलीसिया में समूह प्रार्थना अच्छा है, പക്ഷേ ഏറ്റവും വലിയ പ്രാർത്ഥന लेकिन सबसे बड़ी प्रार्थना ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന. एकांत की प्रार्थना। നിങ്ങൾ ഈ ഗെത്സമന തോട്ടത്തിൽ നോക്ക്, गेत्सेमने की ഈ वाटिका में देखो, മൂന്നെണ്ണത്തിനെ വിളിച്ചോണ്ട് പോയി. ये तीनों को लेकर गया। എന്നാ പിന്നെ ഇതുങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ പോരായിരുന്നു. इसके साथ बैठ के प्रार्थना कर सकते थे, ഒരു പ്രാർത്ഥനയും നടക്കത്തില്ല. कोई प्रार्थना नहीं होता। കർത്താവ് അവരിൽ നിന്ന് മാറിപ്പോയിട്ട് यीशु मसीह उनसे अलग ഒരു होकर കല്ലേറ് ദൂരത്തോളം മാറിപ്പോയിട്ട് एक पत्थर फेंकने की दूरी पर തന്റെ जाकर പിതാവിനോട് പ്രാർത്ഥിച്ചു. पिता से प्रार्थना किया। യേശുനാഥൻ നമ്മെ കാണിച്ചു തന്ന यीशु मसीह ने जो दिखाया ഏറ്റവും നല്ല പ്രാർത്ഥന, सबसे उत्तम നമുക്ക് प्रार्थना, പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ല പ്രാർത്ഥന हमें सिखाया हुआ अच्छी प्रार्थना, വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. व्यक्तिगत प्रार्थना, പേഴ്സണൽ പ്രയറാണ്. व्यक्तिगत निजी അതിലും प्रार्थना। വലുതായിട്ട് ഒരു പ്രയറുമില്ല. इससे बड़ी कोई प्रार्थना അത് नहीं। ഉപവാസ പ്രാർത്ഥനയാണേലും, वो उपवास की അത് प्रार्थना हो, കൂട്ടമായിട്ടുള്ള वो പ്രാർത്ഥനയാണേലും, समूह प्रार्थना കുടുംബ हो, പ്രാർത്ഥനയാണേലും, पारिवारिक प्रार्थना हो, വ്യക്തിപരമായ പ്രാർത്ഥനയോളം പോരുന്ന ഒരു പ്രാർത്ഥനയുമില്ല. व्यक्तिगत या निजी प्रार्थना के इतना कोई प्रार्थना नहीं। നിങ്ങൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം. आप लोग अकेले बैठ के കുടുംബ प्रार्थना പ്രാർത്ഥന करना, നല്ലതാ, पारिवारिक प्रार्थना बाकी अच्छा എല്ലാ है, പ്രാർത്ഥനയും വേണം. बाकी सारी प्रार्थना പക്ഷേ चाहिए, ഏറ്റവും വലുത് लेकिन सबसे बड़ा തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. अकेले प्रार्थना നിങ്ങളുടെ करना है। ഹൃദയം തുറന്ന് अपने हृदय खोलकर ദൈവത്തോട് പ്രാർത്ഥിക്കണം. परमेश्वर से प्रार्थना करना। അല്ല, നിങ്ങൾ എന്നോടൊന്ന് പറ, आप लोग बताइए, ഹൃദയം തുറക്കാവുന്ന വേറെ ഏത് പ്രാർത്ഥനയാ ഉള്ളത്? हृदय खोल सके ऐसा നമ്മുടെ कौन सी കുടുംബ प्रार्थना है? പ്രാർത്ഥനയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? पारिवारिक प्रार्थना में हृदय खोल എനിക്ക് सकते हैं? ഒരിക്കലും പറ്റത്തില്ല. मुझसे नहीं होगा। ഞാനൊരു കള്ളനായിട്ടും ഭാവിയായിട്ടൊന്നും അല്ല. मैं एक चोर या पापी होने से ഞാനൊരു नहीं, സുവിശേഷകനാ. मैं एक सुसमाचारक हूँ। ഞാൻ മിക്കവാറും ആളുകളോട് വഴക്കുണ്ടാക്കും. मैं बहुत लोगों से लड़ाई करूंगा, നിങ്ങളോട് ആരോടും വഴക്കുണ്ടാക്കത്തില്ല. आप लोगों से नहीं। നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. आप लोगों को देखो तो बहुत എന്നാ प्रेम है। ബ്രദർ, എന്നെ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. कैसे भाई कैसे है मैं सब पूछूंगा। എൻ്റെ കൂടെ സുവിശേഷ വേല ചെയ്യുന്ന ആളുകളോടൊക്കെ, मेरे साथ सुसमाचार सेवा करने वाले എൻ്റെ കൂടെ എപ്പോഴും ഉള്ള जो ആളുകളോട് मेरे साथ हमेशा है, ഞാൻ മിക്കവാറും വഴക്കുണ്ടാക്കും. मैं अक्सर उनके साथ लड़ाई करता എൻ്റെ കുടുംബ പ്രാർത്ഥന ഞാൻ പോയി അത് പറയാൻ തുടങ്ങിയ हूँ। मेरे पारिवारिक प्रार्थना में अगर मैं जाके वो बोलूँ, എൻ്റെ ഭാര്യയ്ക്ക് സങ്കടമാകും. मेरी पत्नी को दुख അവൾ होगा। ചോദിക്കും, എന്നും ഇതിനെ നേരമുള്ളൂ എന്ന് ചോദിക്കും. वो पूछेंगे हर रोज तुम्हें इसी के लिए काम है क्या? അതുകൊണ്ട് ഞാൻ ആരോടും പറയത്തില്ല. इसीलिए मैं किसी को नहीं कहता। ഞാൻ എൻ്റെ കർത്താവിനോട് കരഞ്ഞു പറയും, मैं मेरे यीशु को रो कर बताता हूँ, പ്രാർത്ഥിക്കും,
प्रार्थना करता हूँ, എനിക്ക് പറ്റുന്നില്ല, मुझसे नहीं होता, ഞാൻ തോറ്റു പോവാ, मैं हार जाता हूँ, എനിക്ക് ഒട്ടും കഴിവില്ല, मुझसे बिल्कुल भी हुनर नहीं, എന്നെ സഹായിക്കണം. मेरी सहायता करना. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാവുന്നത് हृदय खोलकर प्रार्थना करना, പേഴ്സണൽ പ്രയറിലാണ്. व्यक्तिगत प्रार्थना അല്ല, ഏറ്റവും ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പേഴ്സണൽ പ്രയറിലാണ്. या फिर सबसे एकाग्र होकर प्रार्थना निजी प्रार्थना है, അത് ഏറ്റവും വലുതാണ്. वो सबसे प्रथम है. കർത്താവ് നിർജ്ജനമായ ഒരു പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. मसीह अकेले जंगली जगह में जाके प्रार्थना ഇരുട്ടുള്ളപ്പോൾ किया. തന്നെ അവൻ പോയി പ്രാർത്ഥിച്ചു. भोर को सुबह सूरज निकलने से पहले ശിഷ്യന്മാർ प्रार्थना അവനെ किया. അന്വേഷിച്ചു. चेलों ने उन्हें ढूंढा, നീ ഇവിടെ എന്നാ ചെയ്യുക, ജനം മുഴുവൻ നിന്നെ അന്വേഷിക്കുന്നു. तू यहाँ क्या कर रहा है, भीड़ तुझे खोज रही है. എന്നാ പിന്നെ ഇവരെ കൂടെ കൂട്ടിയിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചാ പോലെ. तो इनके साथ बैठ के प्रार्थना कर सकता था, അവരെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കായിരുന്നല്ലോ. उन्हें प्रार्थना करना सिखा सकता था. ഉമ്മാരെല്ലാം കൂടെ വിളിച്ച് വട്ടം കൂട്ടിയിരുന്ന പ്രാർത്ഥനയൊന്നും നടക്കത്തില്ല. और इन सबको अगर एक साथ बुलाकर बिठाए प्रार्थना नहीं होगा. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണമെങ്കിൽ ध्यान से अगर प्रार्थना ഇവിടെ करना है. എഴുതിയിരിക്കുന്ന ഒരു വാക്യം നോക്ക്. यहाँ पर एक वचन देखो, പിന്നെ അവൻ പ്രാണവേദനയിലായിട്ട് उसके बाद आत्मा में दर्द दबाकर ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. और बहुत ध्यान से प्रार्थना നമ്മുടെ किया. സ്നേഹം പകരാനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് പേഴ്സണൽ പ്രയർ. और हमारा जो प्रेम है वो सबसे टूटने का अच्छा जगह जो है वो निजी ബാക്കി प्रार्थना है. ഒരുപാട് വഴികളുണ്ട് സ്നേഹം പ്രദർശിപ്പാൻ. और प्रेम दिखाने का और बहुत से मार्ग है. പക്ഷെ അതിൽ ഏറ്റവും ബെസ്റ്റ് വഴിയാണ് लेकिन उसका सबसे उत्तम मार्ग ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്ന यीशु मसीह की उपस्थिति में നമ്മുടെ जाकर ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നത്. हमारा हृदय परमेश्वर में उंडेल देना. കരയുന്നതും പ്രാർത്ഥനാ വിഷയങ്ങൾ നിരത്തി വെക്കുന്നതും മാത്രമല്ല, केवल रोना और हमारी विषयों को रखना नहीं, അതൊന്നുമല്ല, वो कुछ नहीं, ദൈവത്തോട് സംസാരിക്കുന്നത്. लेकिन परमेश्वर से बात करना. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, मसीह मैं आपसे प्रेम रखता हूँ, എനിക്ക് അങ്ങയെ ഇഷ്ടമാണ്, मैं आपसे पसंद करता हूँ, അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല, आपके अलावा मेरा कोई നീ नहीं, ഒഴികെ എനിക്കൊരു നന്മയുമില്ല, और तुझे छोड़ कोई ഇന്ന് भलाई ഞാൻ नहीं. അനുഭവിക്കുന്ന സകലതും അങ്ങയുടെ आज ദാനമാണ്. जो भी मैं अनुभव करता हूँ सब आपका वरदान है. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, स्वर्ग में मेरा कौन है, ഭൂമിയിൽ ഞാൻ ആരെ ആഗ്രഹിക്കേണ്ടോ, धरती में मैं किसकी इच्छा करूं, അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല, आपके अलावा मेरा ഞാൻ कोई नहीं. ജീവനോടിരിക്കുന്നതിന്റെ കാരണം അങ്ങാണ്. मैं जीवित हूं, उसका कारण आप हो. സകല നന്മകളും അങ്ങ് തന്നതാണ്. सारी भलाई आपने दिया എന്റെ हुआ അപ്പാ, है. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. हे पिता, मैं तुमसे प्रेम എന്റെ करता हूं, ഭാര്യയെക്കാളും എന്റെ മക്കളെക്കാൾ मेरे पत्नी से बढ़कर, ഞാൻ बच्चों से അങ്ങയെ बढ़कर സ്നേഹിക്കുന്നു मैं आपसे കർത്താവേ. प्रेम करता हूं. मसीह ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. हृदय खोलकर प्रार्थना करे. കുറച്ചു കഴിയുമ്പോ ആ പ്രാർത്ഥന कुछ समय के बाद वो प्रार्थना ആരാധനയായിട്ട് മാറും, वो आराधना में അത് बदलेगा, പാട്ടായിട്ട് മാറും. वो गीत में ഞാൻ बदलेगा. ആത്മാവിൽ ആരാധിക്കുന്ന എന്റെ ദൈവം, मैं आत्मा में आराधना करने वाला मेरा അങ്ങനെ परमेश्वर. പാടി ആരാധിക്കണം. इस तरह से गीत गाकर प्रार्थना കർത്താവ് करना. തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചത്, मैंने चेलों से पूछा, ഒരു മണിക്കൂർ നേരമെങ്കിലും എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലയോ? 1 घंटा तुम मेरे साथ प्रार्थना नहीं कर पाए, ഒരു നാഴിക നേരം പോലും കഴിയാതെ പോയോ? 1 घंटा तुम मेरे साथ नहीं कर पाए. പ്രാർത്ഥിക്കണം. प्रार्थना करना. പ്രാർത്ഥിച്ചൊരുങ്ങിയ കർത്താവ് प्रार्थना से तैयारी हुआ यीशु ശിഷ്യന്മാരോട് मसीह. പറഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. चेलों को कहा चलो हम चलते हैं. ഇങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിൽ ऐसा अगर प्रार्थना करोगे ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റും. और कोई भी मुश्किलात का हम सामना कर ദൈവ सकते हैं. മക്കളെ, मसीह लोगों, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കഷ്ടം വന്നാൽ, तुम्हारे जीवन में कितना भी क्लेश ഭൂമി क्यों ना हो ഇളകി മറിഞ്ഞാൽ, और पूरा संसार उतल पुतल हो, നിങ്ങൾക്ക് ആ സങ്കീർത്തനം അറിയാമല്ലോ. वो भजन आप जानते हैं. അതുകൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, इसलिए पर्वत डोलकर अगर समुद्र അതിന്റെ में गिर जाए കോപം കൊണ്ട് അതെല്ലാം ഇളകി और മറിഞ്ഞാലും, उसके क्रोध से सब कुछ निकल जाए. ഒരു നദിയുണ്ട്, एक नदी है അതിന്റെ തോടുകൾ और उसका जो किनारा है അത്യുന്നതനായ ദൈവത്തിന്റെ നിവാസത്തെ, वो परमेश्वर की उस ദൈവ बारी को, നഗരത്തെ തന്നെ परमेश्वर के नगर को സന്തോഷിപ്പിക്കുന്നു. आनंदित करता है. എന്ത് വിഷയം ഉണ്ടെങ്കിലും, कोई भी विषय हो, എത്ര ഭീകരമാണെങ്കിലും, कितना भी तीव्र क्यों ना हो, നിങ്ങളൊരു പാവിരിച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന एक चटाई डालकर परमेश्वर की उपस्थिति में बैठकर ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാമെങ്കിൽ 1 घंटा अगर प्रार्थना करोगे, ഏത് വിഷയവും कोई भी विषय അവിടെ തീരും. वहां समाप्त हो जाएगा. സത്യമായ നിങ്ങളോട് പറയാം. ये सच है. എന്ത് വിഷയമാണെങ്കിലും, कोई भी विषय होने दो, എത്ര ഭീകരമാണെങ്കിലും, कितना भी तीव्र क्यों ना होने दो. നിങ്ങൾക്ക് ഇനിയും ക്യാൻസർ ആണെന്ന് അങ്ങ് ഡയഗ്നോസ് ചെയ്താലും, अब आपको जांच हुआ है कि आपको कैंसर है, അതേ കൂടുതൽ ഇപ്പം എന്നാന്ന് പറയുന്നത്, अब इससे बड़ा क्या बोलूं. എന്ത് വിഷയമാണെങ്കിലും कोई भी विषय होने दो, ദൈവസന്നിധി പോയിരുന്ന परमेश्वर की उपस्थिति में जाकर ഒരു മണിക്കൂർ നേരം, 1 घंटा, അതിന് സമയമൊന്നും വെക്കണ്ട, समय मत रखो, സമയം നോക്കുകയും വേണ്ട, समय देखो मत, നിങ്ങൾക്ക് തൃപ്തിയാവുന്നിടം വരെ जब तक संतृप्त नहीं हो പ്രാർത്ഥിക്കണം. प्रार्थना करना. ഉത്തമഗീതത്തിൽ ഒരു വാക്യമുണ്ട്, सॉन्ग ऑफ सॉन्ग्स में एक गीत है, एक പ്രേമത്തിന് മതി വരുവോളം प्रेम में जब तक तुम्हें संतुष्टि ना मिले അതിനെ ഇളക്കരുത്, उसको जगाना नहीं. പ്രാർത്ഥനയിൽ प्रार्थना में മതി വരുവോളം जब तक संतुष्टि ना हो അതിനെ ഉണർത്തരുത്, उसे जगाना नहीं, അതിനെ ഇളക്കരുത്, उसे हिलाना नहीं. തൃപ്തി വരുവോളം
संतृप्त होने तक ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം. परमेश्वर की उपस्थिति में बैठ के മൊബൈൽ प्रार्थना ഫോണൊക്കെ ഓഫ് ചെയ്ത് വെക്കണം. करना, मोबाइल फोन ऑफ करना, ആരും ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയണം. कोई भी आपको डिस्टर्ब ना അത് करे। ദൈവത്തോട് പറയണം, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ച് തീരുവോളം എന്നെ ആരും ശല്യപ്പെടുത്താൻ ഇടവരരുത്. परमेश्वर से कहना, मसीह में प्रार्थना करने खत्म എനിക്ക് होने എന്റെ को ഹൃദയം അങ്ങയുടെ സന്നിധിയിൽ പകരണ. मुझे मेरा हृदय आपके सामने रखना എന്റെ है। സങ്കടങ്ങളെല്ലാം എനിക്ക് ഇറക്കി വെക്കണം. मेरे सारे दर्द बोझ मुझे आपके എനിക്ക് पास തൃപ്തി उतारना है। വരുവോളം, എനിക്ക് മതി വരുവോളം मुझे संतुष्टि मिले, काफी हो तब तक പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണം. प्रार्थना करने मेरी सहायता करना। പ്രാർത്ഥനയുടെ ഇടയ്ക്ക് മൊബൈൽ ഫോണൊന്നും എടുക്കരുത്. प्रार्थना के बीच में मोबाइल फोन नहीं लेना, അതൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ദൂരെ മാറ്റി वो വെച്ചേക്കണം. स्विच ऑफ करके दूर रख देना। ഇതിലും വലുതായിട്ട് ഭൂമിയിൽ വേറെ ഒന്നുമില്ല. इससे बड़ा संसार में कुछ नहीं। പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാ. प्रार्थना परमेश्वर से है, അതിലും വലുതായിട്ട് ഇവിടെ ഒന്നുമില്ല. उससे बड़ा यहाँ कुछ नहीं है। ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ध्यान से प्रार्थना പിന്നെ करना। അവൻ പ്രാണവേദനയിലായിട്ട് और उसके बाद आत्मा में दर्द होकर യേശുവിനെ നോക്ക്. यीशु को देखो, എത്ര വേദന ഉണ്ടായിരുന്നു. कितना दर्द പക്ഷെ था, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ लेकिन जब प्रार्थना വളരെ किया ബോൾഡായിട്ട്, बहुत ही हिम्मत വളരെ के साथ, ധൈര്യമായിട്ട്, हियाव के साथ, ഇനി അങ്ങോട്ട് നിങ്ങൾ കേട്ടു നോക്കണം. आगे फिर आप लोग ക്രൂശിൽ सुनना, താൻ മരിക്കുമ്പോൾ सलीब पर जब वो मरते എത്ര हैं എത്ര ബലത്തോടെ, और कितने എത്ര ताकत से, തൃപ്തിയോടെ कितने आनंद से കർത്താവ് ക്രൂശിൽ മരിച്ചു. यीशु मसीह सलीब पर मरा। എങ്ങനെ कैसे कैसे ഇവിടെ പ്രാർത്ഥിച്ചു. यहाँ प्रार्थना ആ किया, പ്രാർത്ഥനയിൽ उस प्रार्थना എല്ലാം में തന്റെ പിതാവിന്റെ കരുത്തിൽ ഏൽപ്പിച്ചു. सब कुछ अपने पिता के हाथ में सौंप പിതാവേ, दिया। എങ്കിലും എന്റെ ഇഷ്ടമല്ല, पिता मेरी इच्छा नहीं, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. आपकी इच्छा पूरी हो। ഞാൻ പിന്നെ നിങ്ങളെ ഓർപ്പിക്കുന്നത്, मैं फिर से तुम्हें याद दिलाता हूँ, ആഴ്ചയിൽ ഒരു നേരമെങ്കിലും, सप्ताह में एक बार, ഒരു മണിക്കൂറെങ്കിലും 1 घंटा कम से कम പേഴ്സണലായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. व्यक्तिगत तौर पर यीशु से प्रार्थना അതിൽ करना। കൂടുതൽ പ്രാർത്ഥിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണം. उससे ज्यादा प्रार्थना करते प्रभु आशीष दे, പക്ഷെ അതിൽ കുറച്ചരുത്. लेकिन उससे कम नहीं करना। ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നാണക്കേട് തോന്നുമായിരിക്കും. जब ऐसा बोलने से कहीं हो सकता है आपको लज्जा हो, നിങ്ങളൊക്കെ അതിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. आप लोग उससे अधिक प्रार्थना करने वाले होंगे। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. परमेश्वर तुमको आशीष दे। പക്ഷെ ഒരു ആവറേജ് പ്രയറിനെ കുറിച്ചുള്ള ഒരു ആവറേജ് ഒരു സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്നത് प्रार्थना का एक औसत जब निकाला, उसकी एक पढ़ाई में जो बुलाया गया, 6 മിനിറ്റിൽ കൂടുതൽ ആരും പേഴ്സണലി പ്രാർത്ഥിക്കുന്നില്ല. व्यक्तिगत तौर पर 6 मिनट से ज्यादा कोई प्रार्थना नहीं करता। അതൊരു റിലയബിൾ സ്റ്റഡിയാണ്. और ये एक रिलायबल स्टडी था। ഓൺ ആൻ ആവറേജ് एक औसत 6 മിനിറ്റ്സ് ആണ് ഒരാൾ പേഴ്സണൽ പ്രാർത്ഥനയിൽ ഒരു ദിവസം ചെലവഴിക്കുക. एक व्यक्ति का निजी प्रार्थना वो केवल 6 मिनट बिताता है। അതിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. उससे ज्यादा प्रार्थना करना अच्छा है, പക്ഷെ ബെസ്റ്റ് പ്രയർ എന്ന് പറയുന്നത് लेकिन उत्तम प्रार्थना 1 അവർ, 1 घंटा। ഡെയിലി നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ നല്ല ആത്മീകർ. हर रोज अगर हो सकता है आप अच्छे आत्मिक बनो, കുറഞ്ഞ പക്ഷം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും. कम से कम हफ्ते में एक बार। ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് വേറെ ആരും കേൾക്കാതിരിക്കട്ടെ. मैंने ऐसा जो बोला कोई और ना सुने। ആഴ്ചയിൽ ഒരിക്കൽ 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു. हफ्ते में एक बार 1 घंटा जो मैंने बोला। പീലാത്തോസ് എന്നവനും വിലമതിച്ചു കുരിശേൽപ്പിച്ചു. പീലാത്തോസ് എന്നവനും വിലമതിച്ചു കുരിശേൽപ്പിച്ചു. തലയിൽ മുള്ള മുടിയും വച്ചു. പലർ പല പാടുകൾ ചെയ്തു നിന്നെ. പലർ പല പാടുകൾ ചെയ്തു നിന്നെ. ദേവേശ യേശു പരാ ജീവനെ നീക്കായി വെടിഞ്ഞു. ദേവേശ യേശു പരാ ജീവനെ നീക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ആ രാത്രിയില് उस रात को കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ച് यीशु मसीह ने चेलों को बुलाकर ഗെത്സമന തോട്ടത്തിന്റെ പുറത്തേക്ക് ചെന്നു. गत्सेमने वाटिका के बाहर തന്നെ आया പിടിക്കാനുള്ളവർ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് और उसे पकड़ने वाले वहां है जानकर കർത്താവ് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു.
वो आगे निकल पड़ा। ബൈബിളിൽ എഴുതിയിരിക്കുന്നത് बाइबल में लिखा है ഏകദേശം 600 പട്ടാളക്കാർ കർത്താവിനെ പിടിക്കാൻ വന്നായിരുന്നു. लगभग 600 सेनाई लोग वहां पर आए थे पकड़ने के लिए। അത് എവിടെ എഴുതിയിരിക്കുന്നത്? कहाँ लिखा है? യോഹന്നാൻ എഴുതിയ സുവിശേഷം यूहन्ना का सुसमाचार 18-ാം അധ്യായം 18 3-ാം വാക്യം. 3 आयत। വായിച്ചു, എത്ര പേര് വേണേലും വായിച്ചു, ഒരു കുഴപ്പമില്ല. യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും അയച്ച സേവകരെയും കൂട്ടിക്കൊണ്ട് തീവെട്ടിപ്പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യെസ്, ഞാൻ വായിക്കാം. എൻ്റെ ബൈബിളിൽ, എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളാണ്. ഞാൻ അതിൽ നിന്ന് വായിക്കാം. ജൂഡാസ് ദെൻ ഹാവിംഗ് റിസീവ്ഡ് ദ റോമൻ കഹോട്ട്. ഇന്ത്യയിൽ വായിച്ചു, കറക്റ്റാണ്. तब यहूदा सैनिकों का एक दल को और प्रधान याजकों और फरीसियों को യെസ്, ഏക് ദൽ കോ. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് റോമൻ കൊഹോർട്ട്. अंग्रेजी में वहाँ उस बाइबल में रोमन कोहॉर्ट लिखा है അതിന് ഇവിടെ തന്നെ ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. और उसका नीचे एक ऐसे लिखा है 600 soldiers. 600 सैनिक। Legion is equal to 6,000 लीजियन जो कहा जाता है आर्मी में, मतलब 6000, and cohort is 600. और कोहॉर्ट या दल जो है 600। ഇത്രയും പട്ടാളക്കാരുമായിട്ടാണ് വന്നത്. उतने सैनिकों के साथ आया। അതിന് ഇത്രയും പട്ടാളക്കാര്? इतने सैनिक क्यों चाहिए? ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത, किसी को कोई बुरा न करने കുഞ്ഞാടിനെ वाला, പോലുള്ള കർത്താവിനെ പിടിക്കാൻ ഇത്രയും പട്ടാളക്കാരെന്തിനാ? एक मेमने की तरह यीशु को पकड़ने के लिए इतना 600 लोग എന്ന് क्यों? പറയുന്ന ഒരു വലിയ ക്രൗഡാ. 600 बहुत ज्यादा लोग हैं। ഇവിടെ ഇപ്പൊ എല്ലാം കൂടെ എത്ര പേര് കാണുമായിരിക്കും? यहाँ पे कितने लोग होंगे? ഒരു 50-70. അപ്പൊ ഇതിന്റെ ഒരു 10 times. तो इसका 10 गुना। 600 ആളുകൾ എന്ന് പറഞ്ഞൊരു വലിയ ക്രൗഡാ. 600 लोग बहुत बड़ा भीड़ है। അത് നിങ്ങളെ പോലൊന്നുമല്ല, वो तुम्हारे जैसा नहीं है, വടിയും വാളും ഒക്കെ ആയിട്ടാ വന്നേക്കുന്നത്. वो पूरे हथियारों के साथ है। ഇത്രയും പേര് എന്തിനാ കർത്താവിനെ പിടിക്കാൻ? यीशु को पकड़ने के लिए इतना लोग क्यों? അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു. उनको डर था। അവരുടെ വിചാരം उन लोग विचार किए കർത്താവ് എന്തെങ്കിലും അത്ഭുതം ചെയ്ത് രക്ഷപ്പെടും, यीशु मसीह कोई चमत्कार करके बच പിടിക്കാൻ जाएगा। പറ്റത്തില്ലെന്ന് അവർ വിചാരിച്ചു. वो पकड़ नहीं सकते ऐसा सोचा, അതുകൊണ്ട് ഇത്രയും ആളുകളുമായിട്ട് വന്നത്. और इसीलिए इतने लोगों के കർത്താവ് साथ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെന്നിട്ട് यीशु मसीह उनके पास അവരോട് जाकर ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? उनको पूछा, तुम किसकी खोज നിങ്ങൾ रहे हो? ആരെ അന്വേഷിക്കുന്നു? तुम किसको खोज रहे അവർ हो? പറഞ്ഞു, നസറായനായ യേശുവിനെ. उन लोगों ने कहा, नासरी यीशु को। കർത്താവരോട് പറഞ്ഞത്, यीशु ने कहा, ഞാനാകുന്നു. मैं हूँ, I am. मैं हूँ, I am. मैं हूँ, I am he. मैं हूँ, I am. मैं हूँ। നിങ്ങൾ കേട്ടിട്ടുണ്ടോ? आपने सुना है? വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ और कहीं सुना है ഈ ശബ്ദം? ये आवाज? ഞാനാകുന്നു, मैं हूँ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള मैं हूँ जो मैं हूँ, The great I am. जो सबसे महान मैं മോശയ്ക്ക് हूँ। മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം, मूसा को जो वहां पर प्रत्यक्ष हुआ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തവൻ, मैं हूँ जो मैं हूँ जिसने बोला। നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിച്ചപ്പോൾ जब उन्होंने पूछा, तुम किसकी खोज में യേശു, हो? അവര് പറഞ്ഞു, നസറായനായ യേശുവിനെ. उन लोगों ने कहा, नासरी यीशु को। കർത്താവ് കൊടുത്ത മറുപടി, यीशु का I उत्तर, am he. मैं वो हूँ। ആ ശബ്ദം പുറപ്പെടുകയും वो आवाज निकला, അവർ അത് കേൾക്കുകയും उन लोगों ने सुना, അവർ മുഴുവൻ മറിഞ്ഞ് നിലത്ത് വീണു. वो सब लोग नीचे गिर गए। 600 പട്ടാളക്കാരും താഴെ വീണു. 600 सैनिक नीचे गिर ഈ गए। അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, इस अध्याय में लिखा है, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ട് उनमें से शक्ति അവർ निकलकर മുഴുവൻ നിലത്ത് വീണു. वो सब लोग नीचे गिरे। അവരിനോട് എഴുന്നേറ്റ് वो फिर उठ के खड़े हुए। നിന്നപ്പോൾ जब खड़े हुए, കർത്താവ് വീണ്ടും അവരോട് ചോദിച്ചു, यीशु ने फिर से पूछा, നിങ്ങൾ ആരെ തിരയുന്നു? तुम किसको खोज रहे हो? ശബ്ദം താഴ്ത്തിയായിരിക്കും. आवाज नीचे करके അവര് പറഞ്ഞു, उन लोगों ने कहा, നസറായനായ യേശുവിനെ. नासरी यीशु കാരണം को। അവർക്ക് മനസ്സിലായി, वो समझ गए പിടിക്കാൻ പറ്റത്തില്ല ഈ കർത്താവിനെ. इस यीशु को पकड़ नहीं ഒരു सकते, കാരണവശാലും പിടിക്കാൻ പറ്റത്തില്ല. किसी भी कारणवश पकड़ नहीं सकते। അല്ല, പിടിക്കാൻ പറ്റുമോ? क्या पकड़ सकता है? ഗലീല കടലിലെ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കുന്നവനെ മനുഷ്യർക്ക് പിടിക്കാൻ പറ്റുമോ? गलीला समुद्र में जो वहां के तूफान को शांत किया, उसे क्या कोई व्यक्ति ലാസറിനെ पकड़ सकता है? ഉയർപ്പിച്ചവനെ പിടിക്കാൻ പറ്റുമോ? लाजर को जिसने जिलाया, क्या उसको पकड़ सकता है? സർവശക്തനായ ദൈവം, ദൈവത്തിന്റെ പുത്രനെ പിടിക്കാൻ പറ്റുമോ? सर्वशक्तिमान परमेश्वर के पुत्र को क्या पकड़ सकता है? അവർ ഭ്രമിച്ചു നിൽക്കുമ്പോൾ वो जब डर कर खड़े थे, കർത്താവ് അവരോട് പറഞ്ഞു, मसीह ने उनसे कहा, നിങ്ങൾക്ക് എന്നെയാകുന്നു വേണ്ടതെങ്കിൽ अगर तुम मुझे चाहते हो, ഇവർ പൊയ്ക്കോട്ടെ. इन्हें जाने दो।
എന്നെ പിടിച്ചോളാൻ പറഞ്ഞു. मुझे पकड़ लो। കർത്താവ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. पर यीशु ने अपने आप को सौंप दिया। ആ വലിയ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. वो बड़ी सेवका यहाँ आरंभ हो കർത്താവ് रहा है। അതിനുവേണ്ടി ഒരുങ്ങി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. यीशु मसीह ने अपने आप को तैयार करके उसके लिए सौंप ശിഷ്യന്മാരോട് दिया। 11 ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. 11 चेलों को कहा तुम निकल जाओ। ഇസ്കരിയോത്തായ യൂദാ മുന്നോട്ട് വന്ന് इस्करियोती यहूदा आगे आया കർത്താവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ और मसीह को जब पकड़वाया, യേശു അവനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. यीशु ने उससे सवाल किया ഇസ്കരിയോത്തായ യൂദായ്ക്ക് കർത്താവ് കൊടുത്ത അവസാനത്തെ ചാൻസ്. और इस्करियोती यहूदा को दिया हुआ आखिरी मौका। കർത്താവ് അവനെ വിളിച്ചു. मसीह ने उसको बुलाया, സ്നേഹിത, प्रेमी, സ്നേഹിത, प्रेमी, കൂട്ടുകാരാ, मित्र, ഫ്രണ്ട്, मित्र, നീ വന്നത് എന്തിന്? तो क्यों आया? ഓ അത്ഭുതം തോന്നും. अद्भुत लगता है। ഒറ്റിക്കൊടുക്കാനാ വരുന്നതെന്ന് അറിഞ്ഞിട്ടും पकड़वाने के लिए आया जानकर, പട്ടാളത്തിന്റെ കൂടെ അവൻ നിൽക്കുമ്പോഴും और सेना के साथ खड़ा കർത്താവ് है। അവനെ വിളിച്ച പേര് मसीह ने जो बुलाया, സ്നേഹിത. हे मित्र, ഈ സ്നേഹമാ നമുക്ക് വേണ്ടത്. ये प्रेम हमें चाहिए ഇതിനാ നമ്മൾ ഈ ആഗ്രഹിക്കുന്നത്. और इसके लिए हम चाहते हैं അതിനാ ഈ തീമൊക്കെ और വെച്ചേക്കുന്നത്. इसीलिए ये विषय रखा है। ഇങ്ങനെ ആകാനാ നമ്മൾ ഈ പാടുപെടുന്നത്. ऐसा होने के लिए हम जतन करते हैं। നമ്മൾ പാടുപെടണ്ട, हमें जतन नहीं करना എല്ലാം है, കൃപയാണല്ലോ. लेकिन सब अनुग्रह है। കർത്താവിന്റെ സന്നിധിയിൽ വന്നാ മതി. मसीह की उपस्थिति में आना है। ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിൽ ആനന്ദ തണലാകും ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയോ നന്നാശ്രയമായി ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയോ നന്നാശ്രയമായി കൃപ കൃപയോ ആശ്രയം ഹാലലൂയ കൃപ കൃപയോ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും എന്റെ താഴ്ചയിൽ അവനെ ഓർത്തല്ലോ ഘോരവൈരിയൻ ബലം അവൻ തകർത്തല്ലോ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ കൃപ കൃപയോന്നാശ്രയം ഹാലലൂയ കൃപ കൃപയോന്നാനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിലാണ് ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയാ. ഈ ഇസ്കരിയോത്ത യൂദാ മുന്നോട്ട് വരുമ്പോൾ इस्करियोती यहूदा जब सामने की ओर आता है, അവനൊരു അടയാളം പറഞ്ഞായിരുന്നു. उसने एक चिन्ह बताया ഞാൻ था, ആരെ ചുംബിക്കുമോ मैं जिसको चुम्बन दूंगा ആ ആളെ പിടിച്ചോണം. उसको पकड़ लेना। നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ. ध्यान से देखो, പിടിക്കുന്നത് പോലും ये पकड़वाना भी, ഒറ്റി കൊടുക്കുന്നത് പോലും जो दिखाना है ചുംബനം കൊണ്ടേ പറ്റത്തുള്ളൂ. वो भी केवल चुम्बन से ही होता है। അത്ര നല്ലതാ കർത്താവ്, उतना अच्छा मसीह है, അത്ര നല്ലത്. उतना अच्छा വേറെ मसीह। ഒരു രീതിയിലും പിടിക്കാൻ പറ്റത്തില്ല. और किसी रीति में पकड़ വേറെ नहीं ഒരു सकते, രീതിയിലും ഒറ്റ കൊടുക്കാൻ പറ്റില്ല. किसी रीति से पकड़वा नहीं सकते। ഞാൻ ആദ്യം കയറി പിടിക്കുന്ന ആളെ പിടിച്ചോണമെന്നല്ല പറഞ്ഞു. अगर मैं सबसे पहले जिसका गिरेबान पकड़ूंगा उसके पकड़ो नहीं बोला, അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ऐसा नहीं कर सकते। അത്ര നല്ലതാ കർത്താവ്. उतना अच्छा यीशु है, അങ്ങനെ ആകണം वैसा बनना है। നമ്മൾ. हम ദൈവം അത് ചെയ്യും. मसीह वो करेगा, കർത്താവ് സഹായിക്കും. मसीह मदद നിങ്ങൾ करेगा। ശിഷ്യന്മാരെ നോക്ക്, चेलों को ഒരു देखो, 11 അവിടെ നിൽപ്പുണ്ട്. 11 लोग वहां ഈ കർത്താവിനെ പോലൊന്നും അല്ല. यीशु के जैसा नहीं അവർക്ക് है, ഭയങ്കര പേടിയാ. उन्हें बहुत डर लगता അവർക്ക് है, എങ്ങനെയും ഓടിപ്പോയാ മതി. उन्हें कैसे तो बच निकलना അവരിങ്ങനെ है, മാറി നിൽക്കുക. वो हटकर खड़े हैं। കർത്താവ് അവരോട് പൊക്കോളാൻ പറയുമ്പോ मसीह ने जब कहा निकल അവിടെ जाओ, എഴുതിയിരിക്കുന്ന വാക്ക് वहां लिखा है അവർ ചതറി ഓടി. वो लोग भीतर भीतर हो അവരോട് गए, ഓടിപ്പോയി वो കളഞ്ഞു. तितर बितर हो गए, കർത്താവിനെ ഒറ്റയ്ക്ക് വിട്ടേച്ച് मसीह को अकेले छोड़कर ഓടിക്കളഞ്ഞു. भाग गए। നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും तेरे साथ अगर मरना भी ഞാൻ है, നിന്നെ
എന്നെ തള്ളിപ്പറയലെന്ന് പറഞ്ഞവരൊക്കെ मैं तुम्हें नहीं छोड़ूंगा जिसने बोला ഓടിപ്പോയി, वो भी भाग गया। പ്രസ്താവനകൾ ഒത്തിരി നമ്മൾ നടത്തുന്നുണ്ട്. बहुत सी हम दावा करते പക്ഷെ हैं, കാര്യത്തോട് എടുക്കുമ്പോൾ लेकिन जो विषय की ओर आते നമ്മൾ हैं തോറ്റുപോകുന്നു. हम हार जाते हैं, ഭയങ്കര ഭയമുള്ളവർ. बहुत डर जाते हैं। കർത്താവോ मसीह എത്ര ശ്രേഷ്ഠമായിട്ട്, कितना എത്ര महान, ബോൾഡായിട്ട്, कितना हिम्मत के എത്ര साथ, ശക്തിയോടെ, कितने सामर्थ्य से സർവശക്തനായ सर्वशक्तिमान ദൈവത്തിന്റെ പുത്രൻ, परमेश्वर का पुत्र, ശിഷ്യന്മാരോ चेले വളരെ ബലഹീനർ, बहुत कमजोर, ദുർബലന്മാർ, निर्बल, പേടിച്ച് ഓടിപ്പോകുന്നവർ. डर कर भागने वाले। ഇസ്കറിയോത്ത് യൂദാ യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ इस्करियोती यूदा जब यीशु को पकड़वाता है, മഹാപുരോഹിതന്റെ ശിഷ്യന്മാർ യേശുവിനെ പിടിക്കാൻ വരുമ്പോൾ चेले जब पकड़ने आते हैं, പത്രോസ് കൈ നീട്ടി पतरस ने हाथ തന്റെ बढ़ाया, വാളെടുത്ത് अपने तलवार ആ उठाया ശിഷ്യന്മാരിൽ ഒരുത്തനെ വെട്ടി. और उस सेवक में से एक को मारा। അപ്പൊ വാള് കയ്യിലുണ്ടല്ലേ? इसका मतलब तलवार हाथ में है। മാളികമുറിയിൽ അത്താഴത്തിനിരിക്കുമ്പോഴും കയ്യിലുണ്ടായിരുന്നോ? भोजन के लिए ऊपर की कोठरी में जब बैठा, क्या तब भी हाथ में तलवार था? ഇല്ല, അവിടുന്ന് എടുത്തതാന്ന് തോന്നുന്നു. नहीं, वहां से शायद उठाया होगा। അപ്പൊ ഈ പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോഴും വാളുണ്ടായിരുന്നോ? तब जब ये प्रार्थना के लिए बैठा, क्या तब ये तलवार था? ഈ ഗത്സമന തോട്ടത്തിനകത്ത് കർത്താവ് വിളിച്ചുകൊണ്ടിരുത്തുമ്പം കയ്യിൽ വാളുണ്ടല്ലേ? गतसमना की वाटिका में जब यीशु मसीह लाकर बिठाया, तब हाथ में तलवार था। കഴിഞ്ഞ ദിവസം ആരോ എവിടോ പറയുന്നത് കേട്ട് പട്ടാളക്കാരുടെ വാള് പിടിച്ചു പറിച്ചതാണ്. पिछले दिनों में किसी ने कहीं पर कहते हुआ सुना सैनिकों का तलवार छीना था। നോ, അവന്റെ കയ്യിലുണ്ട്. नहीं, ऐसे नहीं, उसके हाथ में था। അപ്പൊ ഇതുകൊണ്ടാ നടപ്പല്ലേ? तो इससे चलते हैं। അത്യാവശ്യം വരുമ്പോ എടുക്കുമല്ലേ? जब जरूरी हो तो निकालेगा, വെട്ടുമല്ലേ? काटेगा। അതെന്ത് ജീവിതമാ? कैसा जीवन है ഇതെന്നാ ശുശ്രൂഷയായത്? ये? कैसी सेवकाई है ഇതെന്നാ ക്രിസ്തീയ ജീവിതമായത്? ये? कैसा मसीह जीवन है? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒന്നും എടുക്കുകയില്ല. प्रार्थना करते समय कुछ नहीं निकालते, ദേഷ്യം വരുമ്പോ എടുക്കും, गुस्सा आता है तो निकालते हैं, വെട്ടും. वार करते हैं। അല്ലാത്തപ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. नहीं तो ऐसा कुछ है ये भी पता नहीं चलता। വെട്ടി അവന്റെ കാത് അറുത്ത് കളഞ്ഞു. उस पर वार किया, उसका कान काट दिए। കർത്താവ് ആ കാതെടുത്ത് വെച്ച് സൗഖ്യമാക്കി കൊടുത്തു. यीशु मसीह ने उस कान के टुकड़े को निकाल कर उसको चंगा किया। കർത്താവിനെ ഈ ശിഷ്യന്മാരെ ഒന്ന് നോക്ക്. यीशु को और ये चेलों को देखो। കർത്താവിന് ആരോടും പിണക്കമില്ല, मसीह को किसी से विद्रोह नहीं, വിരോധമില്ല, किसी के साथ कोई विरोध नहीं, കയ്പില്ല, किसी का प्रति कोई സ്നേഹം മാത്രം. कड़वापन नहीं, केवल मात्र സ്നേഹിത प्रेम। സ്നേഹിത എന്ന് ഇസ്കരിയോത്ത യൂദായെ വിളിച്ച കർത്താവ് इसको रियाद यूदा को हे मित्र बुलाया हुआ അവനെ मसीह। ചുംബിച്ചപ്പോ തിരിച്ചു ചുംബിച്ച കർത്താവ്. और जब उसने चुम्बन दिया, उसको चुम्बन लौटाने वाला ഇവിടെ ചെവി मसीह। മുറിഞ്ഞു പോയവന്റെ ചെറുവി തൊട്ട് സൗഖ്യമാക്കുന്ന जिसका കർത്താവ്. कान काट दिया, उसका कान फिर से चंगा किया हुआ मसीह। പത്രോസിനെ നോക്ക്. पतरस को देखो, വെറുപ്പും वहां पर ईर्ष्या, ദേഷ്യവും गुस्सा, അക്രമവും आक्रमण, പേടിയും डर, ഒക്കെ ഉള്ളൊരു ശിഷ്യൻ. सब ऐसा एक चेला। എന്തൊരു ശുശ്രൂഷയാ, कैसी सेवकाई है, എന്തൊരു ജീവിതമാ. कैसा जीवन है। സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം അങ്ങേ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾ എത്ര സൗന്ദര്യ. യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾ എത്ര സൗന്ദര്യ. ശിഷ്യനാകുന്ന എന്നെയോ അങ്ങേ പോലെ ആക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയോ അങ്ങേ പോലെ ആക്കണം മുഴുവൻ. ആരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേ? किसके बारे में मैंने ये कहा? വാള് കയ്യിലും വെച്ചോണ്ടിരിക്കുന്ന,
तलवार हाथ में लेकर बैठा हुआ। സഭായോഗത്തിന് വരുമ്പോ എടുക്കത്തില്ല, कलीसिया में जब आते नहीं उठाते, പ്രാർത്ഥനയ്ക്ക് വരുമ്പോ എടുക്കത്തില്ല. प्रार्थना में आते समय नहीं അങ്ങനെയുള്ള उठाते। സമയത്തൊക്കെ വളരെ മാന്യനായിട്ടിരിക്കും. ऐसी समय में बहुत मान्यवर है, ദേഷ്യം വരുമ്പോൾ, लेकिन जब गुस्सा आता ചില है, പ്രത്യേക സാഹചര്യമൊക്കെ വരുമ്പോ विशेष परिस्थिति में എടുത്തു വെട്ടും. निकाल कर वार करता है। ഇതാണോ ക്രിസ്തീയ ജീവിതം? क्या ये मसीह जीवन है? ഇതാണോ ശുശ്രൂഷ? क्या ये सेवकाई है? ഇതിനാണോ സുവിശേഷ വേല എന്ന് പറയുന്നത്? इसके लिए सेवकाई कहते हैं। എന്നാ ചെയ്യുമല്ലേ? क्या करेंगे? ആ രാത്രി ശിഷ്യന്മാർ മുഴുവൻ ചതറി ഓടി. उस रात को सारे चेले तितर बितर होकर भाग गए പടയാളികൾ യേശുവിനെ അറസ്റ്റ് ചെയ്തു, और सैनिकों ने यीशु को अरेस्ट किया, കൈകൾ ബന്ധിച്ചു, हाथों में बंदी डाला, മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. महायाजक के पास लेकर गए। അന്ന് രാത്രി उस रात को യഹൂദന്മാരുടെ സുപ്രീം കൗൺസിൽ ഒന്നിച്ചു കൂടി. और यहूदियों का सर्वोच्च न्यायालय का एक साथ आया। ഇതും കൂടെ പറഞ്ഞ് ഇന്ന് രാത്രിയിലത്തെ ഈ മീറ്റിംഗ് നമുക്ക് നിർത്താം. ये कहकर आज की संगति को समाप्त करेंगे। ശ്രദ്ധിച്ച് കേൾക്കണം, ध्यान से सुनना, ഭയം തോന്നരുത്, डर नहीं लगना, പ്രയാസം തോന്നരുത്. दुख नहीं होना। നമ്മളൊക്കെ വളരെ ബലഹീനരാ. हम सब निर्बल है, ഈ പറയുന്ന സ്നേഹമൊന്നും നമ്മളിലില്ല. ये प्रेम हमारे अंदर नहीं है, ഭയങ്കര പേടിയുള്ളവരാ, बहुत डरते हैं, ഒട്ടും സ്നേഹമില്ല, बिल्कुल प्रेम नहीं है, ഒരുപാട് തെറ്റുകൾ പറ്റുന്ന, बहुत गलतियां करते ഒരുപാട് हैं അബദ്ധങ്ങൾ പറ്റുന്ന और बहुत ही गलत होता है। വെറും മനുഷ്യർ, हम यूं ही इंसान, പത്രോസിനെ പോലെയുള്ള पतरस के जैसा വെറും സാധാരണ മനുഷ്യർ. साधारण व्यक्ति, പക്ഷെ നമ്മുടെ കർത്താവ് लेकिन हमारा यीशु ഒരുപാട് നല്ല കർത്താവ്, बहुत अच्छा मसीह है, ഒരുപാട് വലിയ കർത്താവ്. बहुत बड़ा मसीह ഈ है। പാട്ടിന്റെ വരികൾ പാടിയത് ഓർത്തായിരുന്നോ? और इस गीत को जो യേശുവേ गाया, നിന്റെ രൂപമീ, यीशुए आपका എന്റെ रूप കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. मेरे आंखों के लिए कितना खूबसूरत നിങ്ങൾ है। ഉദ്ദേശിക്കുന്ന രൂപമല്ല. आप लोगों का वो रूप ഈ नहीं। ഗെത്സമന തോട്ടത്തിൽ കണ്ണു തുറന്നൊന്ന് കാണ്. गदसमना में आंखें खोल कर ഈ देखो, ഇസ്കരിയോത്ത യൂദായെ സ്നേഹത്തോടെ ചുംബിക്കുന്ന കർത്താവിനെ, इस्करियोती यूदा को प्रेम से चुंबन देने അവനെ वाले मसीह को, സ്നേഹിതാന്ന് വിളിച്ച കർത്താവിനെ ഇന്ന് രാത്രി ഒന്ന് കാണ്. उसे मित्र बुलाया हुआ यीशु को आज रात देखो। ആ ചെവി അറുത്ത് മുറിച്ച് കളഞ്ഞ് അവന്റെ ചെവി സൗഖ്യമാക്കി കൊടുത്ത കർത്താവിനെ ഒന്ന് കാണുന്ന രാത്രി. जिसका कान काट दिया था, उसका कान को चंगा किया हुआ उस यीशु के प्रेम को ആ देखो, രൂപമെന്ന് കാണ്. उस रूप को देखो। അങ്ങനെ ആകാനായി പ്രാർത്ഥിക്കുന്നത്. और ऐसा होने के लिए हम प्रार्थना അവർ करते हैं। പിടിച്ചുകൊണ്ട് പോയി वो पकड़ कर ले गए, കർത്താവിന്റെ കൈകൾ ബന്ധിച്ചു, उसको गिरफ्तार किया, സന്നിധിരൻ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. सनहदरिन संगम के सामने ले गया, ആദ്യം ഹന്നാവിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി, पहले हन्नाव के सामने പിന്നെ लाया, കയ്യഭാവിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. उसके बाद कैफा के सामने लाया, ബന്ധപ്പെട്ടവർ ഇസ്രായേൽ മൂപ്പന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി. इस्राएल के सारे प्राचीनों को बुलाया, ജൂയിഷ് സുപ്രീം കൗൺസിൽ കയ്യഭാവിന്റെ വീട്ടിൽ കൂടി. और जो इस सुप्रीम काउंसिल कैफा के घर में അന്ന് मिले, രാത്രി ഒരുപാട് കള്ളസാക്ഷികൾ വന്നു. और उस रात बहुत से झूठे गवाहों को लाया, കർത്താവിനെതിരെ തെളിവിന് വേണ്ടി ഒരുപാട് കള്ളസാക്ഷികൾ വന്നു. यीशु के खिलाफ सबूत देने के लिए बहुत से झूठे गवाहों അവർക്ക് को लाया, കർത്താവിനെ കൊല്ലണം, मसीह को मारना है, അതിന് കള്ളസാക്ഷികളെ കൊണ്ടുവന്നു. और उसके लिए झूठे गवाहों को लाया। കാരണം ഈ സെന്നിദ്രിൻ സംഘത്തിൽ ഒന്ന് രണ്ട് നല്ല മനുഷ്യരുണ്ട്. क्योंकि ये सनहदरिन जो गुट है उसमें एक दो अच्छे लोग थे, അവർ സമ്മതിക്കുകയില്ല. वो लोग उसको अनुमति नहीं देंगे, അവരെ കൺവിൻസ് ചെയ്യാനോ और उनको समझाने के അല്ലെങ്കിൽ लिए തന്നെത്താൻ തെളിവുണ്ടാക്കാനോ വേണ്ടിയിട്ട് या फिर अपने आप सबूत इकट्ठा करने के लिए കള്ളസാക്ഷികൾ ഒരുപാട് പേര് വന്നു. बहुत से झूठे गवाहों को लाया। പക്ഷെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് लेकिन परमेश्वर के वचन में लिखा है, അവരൊന്നും വന്നിട്ടും അങ്ങോട്ട് ഒത്തു വന്നില്ല. और उनमें से कोई भी आकर एक साथ नहीं बोल पाए, ഒടുവിൽ രണ്ട് കള്ളസാക്ഷികൾ വന്നു. और अंत में दो झूठे गवाह അവര് आए। വന്ന് പറഞ്ഞു, उन लोगों ने आके कहा, മന്ദിരം പൊളിച്ചാൽ 3 ദിവസം കൊണ്ട് പണിയാമെന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു. मंदिर को अगर तोड़ दे तो 3 दिन में मैं उसका निर्माण करूंगा, ये बोलता हुआ हमने सुना। എനിക്ക് ബൈബിളിലെ ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങളിലൊന്ന്, बाइबल में मुझे बहुत अच्छा लगता है, उसमें से एक आयत है, എന്റെ കർത്താവിനെതിരെ मेरा यीशु के खिलाफ। വിരോധികളെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിട്ടു जब सारे विरोधी साथ में आए, കർത്താവിനെതിരെ ഒന്നും പറയാൻ അവർക്കില്ല. यीशु के खिलाफ बोलने के लिए कुछ नहीं था, യാതൊന്നും പറയാനില്ല. कुछ भी नहीं था, ആകെ കൂടെ പറയാൻ കിട്ടിയത്, और जो कह पाए, ഈ മന്ദിരം പൊളിപ്പി, इस मंदिर को तोड़ो, ഞാനത് 3 ദിവസം കൊണ്ട് പണിയാം. मैं 3 दिन में उसका निर्माण അതും ആ करूंगा। പറഞ്ഞവർക്ക് അറിയായിരുന്നു. और वो जिन्होंने कहा वो जानते യെരൂശലേം थे, ദൈവാലയത്തിന്റെ കാര്യമല്ല, यरूशलेम मंदिर के बारे में नहीं, എന്റെ ദേഹം എന്ന ആലയത്തെ പറ്റിയാന്നുള്ളത് അവർക്ക് അറിയാം. अपने शरीर जो मंदिर है उसके बारे में वो जानते थे। അങ്ങനെ എഴുതിയിട്ടുണ്ട് वैसा തിരുവചനത്തിൽ. लिखा है वचन में, എത്ര പരിശുദ്ധൻ. कितना पवित्र। വിരോധികൾക്ക് പോലും ഒന്നും പറയാനില്ലാത്ത, विरोधी भी कुछ नहीं कह सकते, ऐसा ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല. कुछ भी इशारा नहीं कर सकते। 33.5 വർഷത്തെ ജീവിതത്തിന്റെ ഇടയ്ക്ക് 33.5 साल के जीवन തന്റെ में ശത്രുക്കൾക്ക് പോലും अपने शत्रुओं को ഒരു भी വാക്ക് പോലും പറയാനില്ലാത്ത,
പറയാത്ത एक लफ्ज भी जिसका बारे में नहीं बोल पाया। പരിശുദ്ധനായ ദൈവത്തെ पवित्र परमेश्वर को നാം ആരാധിക്കുന്നു എന്നുള്ളത് हम आराधना करते हैं। ദൈവം നമുക്ക് തന്നിയ വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. परमेश्वर ने हमें दिया हुआ बहुत ही बड़ा धन्य सौभाग्य പരിശുദ്ധനായ है। ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു. पवित्र परमेश्वर की आराधना करने के लिए हमें बुलाकर अलग किया। എന്നാൽ നിങ്ങൾ ശിഷ്യന്മാരെ നോക്ക്, लेकिन चेलों को देखो, രണ്ടുപേര് ആ രാത്രി അവിടെ വന്ന് കയറിയായിരുന്നു. 2 लोग उस रात वहां घुस गए थे। യോഹന്നാനും പത്രോസും അവിടെ വന്ന് കയറി. യോഹന്ന और पत्रोस वहां आके, യോഹന്നാന്റെ കാര്യം ഒരു അത്ഭുതം തന്നെ. യോഹന്ന का विषय अद्भुत है। അവൻ അതിലേ കയറി എവിടെ പോയെന്ന് ആർക്കും അറിയാൻ പാടില്ല. वो वहां से चलकर कहां गया किसी को नहीं അവൻ पता। കയ്യഫാവിന്റെ കൊട്ടാരത്തിൽ കയറി. वो कैफा के उस जगह पर അവൻ पहुंचा। എപ്പോ വേണേലും അവിടെ ചെന്ന് കയറാൻ സ്വാതന്ത്ര്യമുള്ളവനാ. वो कभी भी वहां जाने का उसको अनुमति था। യോഹന്നാനും പത്രോസും കൂടെ കൊട്ടാരത്തിലോട്ട് ചെന്ന് കയറുമ്പോൾ യോഹന്ന और पत्रोस जब उस महल में पहुंचते हैं, യോഹന്നാൻ അങ്ങ് കയറിപ്പോയി. യോഹന്ന चलकर अंदर चला പത്രോസ് गया। അങ്ങോട്ട് കയറാൻ ചെന്നപ്പോ पत्रोस जब चलने गया, പത്രോസിനെ തടഞ്ഞു. पत्रोस को रोका അവിടെ കാവൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി തടഞ്ഞു. और वहां पर एक लड़की थी जो ആ पहरेदार में थी। കയറിപ്പോയ യോഹന്നാൻ और जो गया हुआ തിരികെ यूहन्ना ഇറങ്ങി വന്നിട്ട് वापस आकर ആ വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞ് वहां पर उस पहरेदारनी को कहा, പത്രോസിനെ അകത്ത് കയറ്റി. पत्रोस को अंदर ले आया। പത്രോസ് ചെന്നു. पत्रोस गया, യോഹന്നാൻ അങ്ങ് പോയി. यूहन्ना आगे चला ഈ गया। പാവത്തിന് എവിടെ നിൽക്കണമെന്ന് അറിയത്തില്ല. अब इसको पता नहीं कहाँ खड़ा അവന്റെ होना है। ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ ഇങ്ങനെ ഒരു കൊട്ടാരം കാണുന്നത്. उसके जीवन में वो ऐसा महल पहली बार देख रहा ഇതിനകത്ത് है। എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. उसके अंदर क्या करना है नहीं അവന് पता, ഭയങ്കര പേടിയാ. बहुत डर गया। പക്ഷെ അവന് കർത്താവിനോട് സ്നേഹമുണ്ട്. लेकिन मसीह से प्रेम करता है। എല്ലാരും ചെതറി ഓടിപ്പോയി. सब लोग तितर बितर हो ആ गए। കൂട്ടത്തിൽ ഓടിപ്പോയാ മതിയായിരുന്നു. उसके साथ दौड़ना ഇവൻ था, പുറകെ വന്നു. लेकिन ये पीछे आया, ഇതിനകത്ത് കയറി. अंदर प्रवेश किया। എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. क्या करना है नहीं पता। അവന്റെ തരക്കാരായ കുറെ പേര് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് और उसके समान लोग वहां पर उनको देखकर ആ കൂട്ടത്തിൽ ചെന്നിരുന്നു. उनके साथ जाकर बैठा। വേറെ ഒരു സ്ഥലവും ആ മനുഷ്യന് ഇരിക്കാനില്ല. और कोई जगह बैठने के लिए नहीं है। പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. फिर वहां जो हो गया आप जानते हैं। തോറ്റുപോയൊരു മനുഷ്യൻ, हारा हुआ व्यक्ति, വീണുപോയൊരു മനുഷ്യൻ, गिरा हुआ मनुष्य, പച്ചയ്ക്ക് കർത്താവിനെ തള്ളി പറഞ്ഞൊരു മനുഷ്യൻ. और यीशु मसीह का तिरस्कार किया व्यक्ति। അന്ന് രാത്രി അവൻ എന്തെല്ലാം അവിടെ കാണിച്ചത്. उस दिन उसने क्या कुछ वहां किया। നിങ്ങൾ യേശുവിനെ നോക്ക്. यीशु को देखो, പരിശുദ്ധനായ ദൈവപുത്രൻ, पवित्र परमेश्वर का पुत्र, സ്നേഹം മാത്രമാകുന്ന കർത്താവ്, केवल प्रेम ऐसा मसीह, സർവശക്തനായ കർത്താവ്. सर्वशक्तिमान परमेश्वर। നിങ്ങൾ പത്രോസിനെ നോക്ക്. पत्रस को देखो, കള്ളം പറയുന്ന മനുഷ്യൻ, झूठ बोलने वाला, പേടിയുള്ളവൻ, डरने वाला व्यक्ति, കോപമുള്ളവൻ. क्रोधित व्यक्ति। അയ്യോ, ഇത് തമ്മിൽ എന്ത് ബന്ധം! इसमें क्या रिश्ता है? എങ്ങനെ ഈ കർത്താവിന്റെ ശിഷ്യനായി പത്രോസ്? कैसे यीशु का चेला बना ഈ पतरस? 3.5 വർഷം നടന്നിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല. 3.5 साल चलने के बाद भी कोई फर्क नहीं हुआ। പച്ച കള്ളം ഇരുന്ന് പറയുന്നത് നോക്ക്. सफेद झूठ बोलता है। എനിക്ക് ആ മനുഷ്യനെ അറിയാൻ പാടില്ല. मैं उस व्यक्ति को नहीं जानता। അവൻ പറയുന്നതിൽ ഒരു ശരിയായ ഒരു വശമുണ്ട്. वो जो कहता है उसमें एक सच भी है। അവൻ പറയുന്നത് ശരിയാ. वो सही बोलता है। അവന് കർത്താവിനെ അറിയത്തില്ല. वो मसीह को नहीं जानता। അവൻ ആണയിടാനും പ്രാകാനും തുടങ്ങി. वो जो है शपथ लेने लगा। നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയുന്നില്ലെന്ന് പറഞ്ഞു. तुम जो बोलते हो मुझे समझ नहीं आ रहा। നിനക്ക് തിരിയുന്നില്ല, तुझे समझ नहीं आता, പക്ഷെ നീ തിരിയുന്നുണ്ട്. लेकिन तू उल्टा हो रहा है। മൂന്നാമതും അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ तीसरी बार जब उसने कहा, കോഴി കൂകി. और वहां पर मुर्गे ने बांग दिया, കൂകിയപ്പോൾ और जब मुर्गे ने बांग दिया, യേശു പറഞ്ഞ വാക്കുകൾ അവൻ ഓർമ്മ വന്നു. यीशु ने जो कहा उसे स्मरण आया। അത് പറഞ്ഞു നിർത്തട്ടെ. और वो कहकर मैं समाप्त करता അവൻ हूँ। പുറത്തു പോയി वो बाहर जाकर അതിദുഃഖത്തോടെ बहुत दुखी होकर കരഞ്ഞു. रोया, പൊട്ടി പൊട്ടി കരഞ്ഞു. फूट फूट कर रोया। നിങ്ങൾ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. आप ध्यान से देखो, ഒരു അപ്പോസ്തലൻ, एक प्रेरित, ഒരു ശിഷ്യൻ, एक चेला, അവന്റെ അവസ്ഥ നോക്ക്. उसकी अवस्था देखो। തോറ്റുപോയൊരു മനുഷ്യൻ, हारा हुआ व्यक्ति, വീണുപോയൊരു മനുഷ്യൻ, गिरा हुआ व्यक्ति പൊട്ടി പൊട്ടി കരയുന്ന फूट फूट कर रोता है। ഒന്നും ശരിയാവുന്നില്ല. कुछ सही नहीं हो रहा, ഒട്ടും ഒക്കുന്നില്ല. बिल्कुल नहीं हो रहा, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. प्रार्थना नहीं कर पाता, കോപമുണ്ട്, क्रोध है, പേടിയുണ്ട്, डर है, പച്ചക്കള്ളം പറയുന്നൊരു മനുഷ്യൻ, सफेद झूठ बोलता है, ജീവിതത്തിൽ തോറ്റുപോയൊരു മനുഷ്യൻ, जीवन में हारा हुआ व्यक्ति, എന്റെ നിങ്ങളുടെ ഒരു പ്രതിനിധി. मेरा और आपका प्रतिनिधि। യേശുവോ यीशु പരിശുദ്ധൻ, पवित्र, സ്നേഹം മാത്രം, केवल प्रेम, സർവശക്തൻ. सर्वशक्तिमान। ഇന്ന് രാത്രി आज रात काल നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे। യേശുവേ, നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യ. യേശുവേ, നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യ. ശിഷ്യനാകുന്ന എന്നെയോ അങ്ങേ പോലെയാക്കണം മുഴുവൻ.
ശിഷ്യനാക്കുന്ന എന്നെയോ അങ്ങേ പോലെ ആക്കണം മുഴുവൻ. പ്രാർത്ഥിക്കാം. प्रार्थना करेंगे. പക്ഷേ നമുക്കറിയാലോ, लेकिन हम जानते हैं ना, ഈ പത്രോസിനെ പണിതെടുക്കാൻ വേണ്ടിയാ पतरस को बनाने के लिए കർത്താവ് ക്രൂശിൽ മരിക്കുന്നത്. यीशु मसीह क्रूस में मरते हैं. പത്രോസിനെ പോലുള്ളവരെ पतरस के जैसे लोगों को പണിതെടുക്കാൻ, निर्माण करने के लिए, വിശുദ്ധരാക്കാൻ, पवित्र बनाने के നല്ല लिए, മനുഷ്യരാക്കാൻ, अच्छे लोग बनाने के ഇതിനു लिए, വേണ്ടിയാണ് उसके लिए കർത്താവ് ഈ ക്രൂശിൽ മരിക്കുന്നത്. यीशु मसीह क्रूस में मरता है. ഇവരൊക്കെ മാറും, ये सब बदलेंगे, ഇവരൊക്കെ ശക്തന്മാരാകും, ये सब सामर्थी ലോകം होंगे. കണ്ടിട്ടുള്ളതിലെ ശക്തന്മാരായ ശുശ്രൂഷകന്മാരായിട്ട് മാറും. संसार ने देखा हुआ हमें से सामर्थी सेवक ഒരല്പം बनेंगे. കഴിയുമ്പോൾ പത്രോസ് മാറും, कुछ समय के बाद ഈ पतरस बदलेगा. ശിഷ്യന്മാരെല്ലാം മാറും, ये सारे चेले അവർ बदलेंगे, ലോകത്തെ കീഴ്മേൽ മറിക്കും. संसार का उतल पुतल कर देंगे. അതാ തിരുവചനത്തിൽ നാം കാണുന്നത്. और यही वचन में हम देखते हैं. അങ്ങനെയാണെങ്കിൽ अगर ऐसा है, ഇന്ന് രാത്രി പേടിക്കാതെ आज रात को मत डरो, ധൈര്യത്തോടെ हिम्मत के साथ നമുക്കും പോകാം. हम भी जाएंगे. ബലഹീനതകളുണ്ടെങ്കിലും, निर्बलता है, കുറവുകളുണ്ടെങ്കിലും, कमी है, തോറ്റു പോകുന്നെങ്കിലും हारते हैं, നമ്മെ രക്ഷിപ്പാ, हमारा उद्धार करने के മാനവജാതിയെ लिए, രക്ഷിപ്പാ. मानव जाति का उद्धार करने के യേശുനാഥൻ ക്രൂശിൽ लिए यीशु मसीह തന്റെ सलीब पर ജീവൻ നമുക്ക് വേണ്ടി വെച്ചു തന്നെങ്കിൽ अपना जीवन अगर हमारे लिए रख छोड़ा, നാമം രക്ഷപ്പെടും. हम भी उद्धार पाएंगे. വിശുദ്ധന്മാരുടെ പന്തിയിൽ നാമം എത്തും. पवित्र लोगों के भोजन में हम भी നാമം बैठेंगे, ശക്തന്മാരാകും. हम भी सामर्थी होंगे, നാമം ശ്രേഷ്ഠമായ നിലയിലെത്തും. और हम भी उस बड़ी पदवी में पहुंचेंगे. അന്ന് നമ്മൾ പാടും, उस दिन हम गीत അന്ന് गाएंगे, നമ്മൾ പറയും, हम कहेंगे കഴിവല്ല, മിടുക്കല്ല, हमारी सामर्थ्य नहीं, കൃപ हुनर नहीं, കൃപ എന്ന് പറഞ്ഞ് अनुग्रह अनुग्रह, നാമം ആണിക്കല്ല് കയറ്റും. और हम भी उसको നാം करेंगे. രക്ഷപ്പെടേണ്ടതിന് हम उद्धार पाने के लिए കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. मसीह हमारे लिए मरा. സ്വർഗസ്ഥ പിതാവേ, स्वर्गीय पिता, ഇന്ന് രാത്രി आज रात का ഞങ്ങളെ സമ്പൂർണ്ണമായിട്ടും അങ്ങയുടെ കരത്തിൽ സമർപ്പിക്കും. हमें संपूर्ण रीति से आपके हाथों में समर्पण करते ഞങ്ങൾ हैं. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ हम जब यहाँ बैठते हैं, ഞങ്ങളെ കണ്ടാൽ നല്ലതാണെന്ന് തോന്നും. हमें देखने से लगता है मान्यवर है, പക്ഷെ പത്രോസിനുള്ള പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്, लेकिन पतरस में जो बलहीनता है हम में भी है. പേടിയുണ്ട്, डर है, ഒരുപാട് കോപവും ക്രോധവും ഒക്കെ ഉണ്ട്, बहुत से क्रोध और ईर्ष्या है, സ്നേഹമില്ല, प्रेम नहीं, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, प्रार्थना नहीं कर पाते, കള്ളം പറയുന്നുണ്ട്, झूठ बोलते തള്ളി हैं, പറയുന്നുണ്ട്, तिरस्कार करते हैं, ഒരുപാട് കേടുകളുണ്ട്. बहुत से खामियां है. എങ്കിലും लेकिन അങ്ങ് आप ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തതോർക്കുമ്പോൾ हमारे लिए जब ये सब कुछ आपने किया स्मरण करते हैं, രാത്രി आज रात ഞങ്ങളുടെ ഹൃദയം हमारा हृदय സന്തോഷത്താൽ നിറയുന്നു, आनंद से भरता है, സമാധാനത്താൽ നിറയുന്നു, शांति से भरता പ്രത്യാശ है, കൊണ്ട് വർദ്ധിക്കുന്നു. आशा से बढ़ता है. അങ്ങ് ഞങ്ങളെ പണിതെടുക്കും എന്നുള്ളത് കൊണ്ട് സ്തോത്രം. आप हमारा निर्माण करेंगे, इसलिए धन्यवाद. ഒരു കുളമ്പ് പോലും നഷ്ടപ്പെടാതെ एक भी नष्ट न होगा. ഇവിടെ ഇരിക്കുന്ന സകലരെയും या बैठा हुआ तमाम ദൈവം लोग പണിതെടുക്കും എന്നുള്ളത് കൊണ്ട് मसीह निर्माण करेगा, സ്തോത്രം इसलिए ചെയ്യുന്നു കർത്താവേ. धन्यवाद करते हैं, അങ്ങേക്ക് മഹത്വം കരയും. आपको महिमा देते हैं. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. आपने प्रार्थना सुना, उसके लिए धन्यवाद. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ प्रभु यीशु मसीह के नाम से मांगते हैं. आमीन. आमीन.